ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് സന്ധ്യാസമയത്ത് ഈ സ്ഥലത്ത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് കൊണ്ടിരുന്ന വിഷയം ദേഹിയെക്കുറിച്ചും ദേഹി രക്ഷയെക്കുറിച്ചും അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ആയിരുന്നല്ലോ. നമ്മൾ ആ വിഷയം ചിന്തിച്ച് അവസാനിപ്പിച്ചത് ദേഹി രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച അത് നാശത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നാക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളിലും 1 കൊരിന്ത്യർ 3-10 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിലൂടെയും നാം അത് ചിന്തിച്ച് അവസാനിപ്പിച്ചു. അവിടെ ഇപ്രകാരമാണ്: നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ആകേണ്ടത്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തതൊക്കെ നിത്യമായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉള്ള ആശയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാശത്തിലേക്ക് പോകുന്നു. അത് മനസ്സിലാക്കാനായിട്ട് ഗിരിപ്രഭാഷണം 7-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഖണ്ഡിക ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിൽ പലവട്ടം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലമായതും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവുമാകുന്നു. നമ്മൾ അന്ന് ചിന്തിച്ചു, അത് ലോകത്തിൽ രക്ഷിക്കപ്പെട്ടവരെയും പെടാത്തവരെയും തിരിക്കുന്നതല്ല, പിന്നെയോ അടിസ്ഥാന ഉപദേശങ്ങൾ 7 ഏറ്റ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി സഭയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ഭാവിയിൽ വരാൻ പോകുന്ന 2 തിരിവാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ദേഹി രക്ഷ പ്രാപിച്ചില്ലെങ്കിലുള്ള നാശവും പ്രാപിച്ചാലുള്ള രക്ഷയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. 1 കൊരിന്ത്യർ 3-10 മുതൽ 15 വരെയുള്ള വേദഭാഗത്ത് 2 കൊരിന്ത്യർ 5-10 പറയുന്ന വാക്യം പൂർത്തീകരിക്കപ്പെടുന്നു. പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതാ 2 കൊരിന്ത്യർ 5-10. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ദൈവമക്കൾ ആയിരിക്കും എന്നുള്ളതിൻ്റെ താക്കോൽ വാക്യം. അതെപ്രകാരമാണ് അവിടെ ന്യായവിധി നടത്തുന്നത് എന്ന് 1 കൊരിന്ത്യർ 3-10 മുതൽ 15 വരെയുള്ള വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. സ്വഭാവത്തെ പരിശോധിക്കും, ജീവിതത്തെ പരിശോധിക്കും, പ്രവർത്തനങ്ങളെ പരിശോധിക്കും, ശുശ്രൂഷകളെ പരിശോധിക്കും. ആ ന്യായവിധി തീ കൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് ദൈവമക്കളിൽ ഒരു ഭാഗം ആളുകൾ മരം, പുല്ല്, വൈക്കോൽ എന്നിവയ്ക്ക് തുല്യമായി പണിതിരിക്കുന്ന അവരുടെ ജീവിതങ്ങളെ, സ്വഭാവങ്ങളെ, ശുശ്രൂഷകളെ തീ കൊണ്ട് പരിശോധിക്കുമ്പോൾ വേഗം കത്തി ചാരമായി, ചാമ്പലായി അത് തീർന്നു പോകും. അവർക്ക് പ്രതിഫലം ഒന്നും പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. നാം ഈ പറയുന്ന നാശത്തിലാണ്, നിത്യനരകത്തിലേക്ക് പോയവരല്ല. കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെട്ടവരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരും ജീവനോടിരുന്നിട്ട് രൂപാന്തരപ്പെട്ടവരുമായ ദൈവമക്കളുടെ സമൂഹത്തെയാണ് പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിൽ മധ്യാകാശത്തിൽ കർത്താവ് നിർത്തുന്നത്. അവിടുത്തെ ആ തിരിവിൻ്റെ കാര്യമാണ്
ഈ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലൊരു ഭാഗം ആളുകൾ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് എന്നിവയ്ക്ക് തുല്യമായി ജീവിച്ചവരും പ്രവർത്തിച്ചവരും സ്വഭാവത്തെ കരിപ്പിടിപ്പിച്ചവരുമായിട്ടുള്ള ആളുകളുണ്ട്. അത് തീ കൊണ്ട് ശോധന ചെയ്തപ്പോൾ വെന്തുപോയില്ലെന്ന് മാത്രമല്ല, അത് കുറച്ചുകൂടെ മാറ്റ് വർദ്ധിച്ച് വന്നു. തീയിൽ കൂടി കടത്തിവിടുമ്പോൾ മാറ്റ് വർദ്ധിക്കുന്നതാണ് പൊന്നും വെള്ളിയും ഈ ബൈബിളിൽ പറയുന്ന വിലയേറിയ കല്ലും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് മാറ്റ് വർദ്ധിച്ചു, വില വർദ്ധിച്ചു, ശോഭ വർദ്ധിച്ചു, തിളക്കം വർദ്ധിച്ചു, തേജസ് വർദ്ധിച്ചു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തീ കൊണ്ട് ശോധന ചെയ്യുന്നതിന് മുമ്പ് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും എങ്ങനെയായിരുന്നുവോ അത് തീ കൊണ്ട് ശോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ കൂടെ തിളക്കവും ശോഭയും തേജസ്സുമുള്ളതായി മാറി അവിടെ നിലനിൽക്കുന്നു. മറ്റേതിന് പെട്ടെന്ന് തീ കത്തിയിട്ട് വൈക്കോൽ വേഗം കത്തി ചാമ്പലായി, പിന്നീട് പുല്ല് കത്തി ചാരമായി തീർന്നു, പിന്നീട് മരവും കത്തി. അല്പസമയത്തിൻ്റെ വ്യത്യാസം മാത്രം, മൂന്നും ചാരമായി മാറി. ഇവർക്ക് യാതൊരു പ്രതിഫലവും കിട്ടിയില്ല, മരം പുല്ല് വൈക്കോൽ കൊണ്ട് ജീവിച്ചവർക്ക്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ആ വ്യക്തിയോ, പ്രതിഫലം ഒന്നും ലഭിക്കാതെ അവിടെ ആയിരിക്കുന്ന ആ വ്യക്തിയോ താനോ രക്ഷിക്കപ്പെടും. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? താനോ രക്ഷിക്കപ്പെടും. എന്ത് രക്ഷ? അത് തീയിൽ കൂടിയുള്ള രക്ഷയത്രേ. പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിൽ വെച്ചാണ് ഇത് പറയുന്നത്. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. പ്രതിഫലം മുഴുവൻ കത്തി ചാമ്പലായി പോയിട്ടുള്ള ആളുകൾ ലജ്ജിച്ച മുഖത്തോടു കൂടെ അവിടെ നിൽക്കുമ്പോൾ അവരോട് പറയുകയാ, എന്നാൽ നീയോ ഇനി രക്ഷിക്കപ്പെടും. പക്ഷെ നിന്റെ ആ രക്ഷ തീയിൽ കൂടിയുള്ള രക്ഷയാണ്. ഇത്രയും പറഞ്ഞ് പരിശുദ്ധാത്മാവ് അത് അവസാനിപ്പിച്ചു. ഇതാണ് ദേഹി രക്ഷ നഷ്ടപ്പെടുന്നവരുടെ കാര്യം. അതാ ഈ രണ്ട് വേദഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദേഹി രക്ഷ നഷ്ടപ്പെടാതെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്നവരുടെ കാര്യമാണ്. അവരെ ജീവങ്കലേക്ക് പോകുമെന്നും ഒക്കെ ഈ രണ്ട് വേദഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. ഇത് പഠിക്കാൻ വിഷമം, ഒന്ന് ഗ്രഹിച്ചാലും പറഞ്ഞു ഫലിപ്പിക്കാൻ വിഷമം, ഇത് മനസ്സിലാക്കാൻ വിഷമം, അങ്ങനെയൊക്കെയുള്ള പരമ്പരാഗതമായിട്ടുള്ള പഠിപ്പിക്കൽ കർത്താവ് മധ്യാകാശത്ത് വരും, മരിച്ചവർ ഉയർക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, മേഘങ്ങളിൽ അങ്ങോട്ട് എടുക്കപ്പെടും. ഈ പോയ പോക്കുകാർ മുഴുവൻ സ്വർഗത്തിൽ ചെന്ന് ഏറ്റവും വലിയ പ്രതിഫലം പ്രാപിച്ച് കർത്താവിൻ്റെ കാന്തയായി തീരും എന്ന ഈ സാധാരണ പഠിപ്പിക്കൽ, അത് പരമ്പരാഗതമായി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിന് എതിരായി അല്പം പറയുമ്പോളെ നമുക്ക് നമ്മുടെ മനസ്സതിനോട് അനുകരിക്കുകയില്ല, പ്രതികരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ദൈവ സാന്നിധ്യ ബോധത്തോടും ഇരുന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നെങ്കിൽ മാത്രമേ ഇത് പറയാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും കഴിയത്തുള്ളൂ. അത് ആത്മാവ് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമായി പറയുന്നത്. അവരുടെ രണ്ടാമത്തെ രക്ഷയാണ് ദേഹിയുടെ, അടുത്ത ഘടകത്തിൻ്റെ രക്ഷയാണ് ദേഹിയുടെ രക്ഷ. മൂന്നാമത്തെ ഘടകത്തിൻ്റെ രക്ഷയാണ് ശരീരത്തിൻ്റെ രക്ഷ. അതെല്ലാവർക്കും ഒന്നുപോലെയാണ്. ആത്മരക്ഷയും ദേഹീരക്ഷയും പ്രാപിച്ചാൽ ശരീരരക്ഷ തനിയെ വന്നോളും. കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ ശരീരരക്ഷ എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്ത് ചെയ്തു വരണം? ഉയർത്തു വരണം. പർദീസായിലായിരിക്കുന്ന അവരുടെ അകത്തെ മനുഷ്യൻ, അവരുടെ ആത്മാക്കൾ അവിടെ നിന്ന് വന്നിട്ട് ഈ ഭൂമിയിൽ ഇവർ ഓരോരുത്തരും എവിടെ മരിച്ചടക്കപ്പെട്ടുവോ അവിടെ വന്നിട്ട് അടക്കിയപ്പോൾ മണ്ണോട് മണ്ണായി തീർന്ന ശരീരത്തെ വീണ്ടും ഒരുമിച്ച് ചേർത്ത് ഈ വിട്ടുപോയ അകത്തെ മനുഷ്യൻ ഈ മൺകൂടാരത്തിൻ്റെ അകത്ത് കടന്ന് അതിനെയും ഇതിനെയും സജീവമാക്കിക്കൊണ്ട് പറന്നു പോകുന്ന കാഴ്ചയായി പറഞ്ഞു വന്നത്. ഏകദേശം മണ്ണുകൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചിട്ട് പുറം കണ്ട മനുഷ്യൻ ചത്തുകിടക്കുന്നതാണെന്ന് തോന്നും. യഹോവയായ ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് വന്നു.
അതിൽ നിന്ന് ആ ആത്മാവ് അല്ലെങ്കിൽ അവൻ്റെ പ്രാണൻ മാറ്റപ്പെട്ടു പോകുമ്പോൾ വീണ്ടും ഇത് മൃതശരീരമായി മാറ്റപ്പെട്ടു പോകുന്നു. ഈ മൃതശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഇത് മണ്ണോട് മണ്ണായി തീരുന്നു. രോമം, തൊലി, മാംസം, ഞരമ്പ്, അസ്ഥി, അതിനകത്തുള്ള മജ്ജ, ഇങ്ങനെയല്ലേ പോകുന്നത്. അതിൽ ഈ കടുപ്പപ്പെട്ട കാര്യം ഏതാ? അസ്ഥിയാ. ഏറ്റവും അവസാനം മണ്ണാകുന്നതാണ് അസ്ഥി, ബാക്കിയെല്ലാം വളരെ വേഗം. അങ്ങനെ അതാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അതെങ്ങനെയാ ഉയർത്തെഴുന്നേൽപ്പ്? കർത്താവിൻ്റെ ഗംഭീരനാദം ഉണ്ടാകുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദം ഉണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം ഉണ്ടാകുമ്പോൾ, ഈ 3 ശബ്ദങ്ങളും മരിച്ച വിശുദ്ധന്മാർ മുഴുവൻ ഉയർക്കുന്നത് വരെയും ജീവനോട് ഇരിക്കുന്നവർ മുഴുവൻ രൂപാന്തരപ്പെടുന്നത് വരെയും കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ള സിംഹാസനത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന നിമിഷം മുതൽ ഇത് സംഭവിച്ച് തീരുന്നിടം വരെയും ഈ 3 പ്രക്രിയകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ 3 ശബ്ദ തരംഗങ്ങളുടെ അധികാര പരിധിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നാശത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമല്ല എന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരും ദൈവസഭയുടെ അംഗങ്ങളുമൊക്കെ ആയതുകൊണ്ട് ഇത് നമുക്കുള്ളതല്ല, നാട്ടിൽ കിടക്കുന്ന പാപികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത ആദ്യമേ വരും. അതാണല്ലോ നമ്മുടെ നൈസർഗികമായ കാര്യങ്ങൾ. അതങ്ങനെയാ. അതുകൊണ്ട് ഇത് ആത്മരക്ഷ പ്രാപിച്ച ദൈവസഭക്കാരുടെ തിരിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ വേദപുസ്തകം അവസാനിപ്പിക്കുന്നത് അറിയാം. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. ഇതാരുടെ കാര്യമാണ് പറഞ്ഞേ? ഈ 2 കാര്യം ആരുടെയാ? വിശ്വാസിയിൽപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അല്ലാതെ രക്ഷിക്കപ്പെടാതെ ഭൂലോകമെമ്പാടും കിടക്കുന്ന ആളുകളുടെ കാര്യമാണോ? അതിപ്പോൾ ദൈവം പറഞ്ഞില്ലെങ്കിൽ ഇവരെന്തേ ചെയ്യുള്ളൂ? അഴുക്കലല്ലേ ജീവിക്കുള്ളൂ. രക്ഷിക്കപ്പെടാതിരിക്കുന്നിടത്തോളം നാൾ ഇവരെത്ര നല്ല മനുഷ്യരാണെന്ന് അറിയപ്പെട്ടാലും അവരെവിടെയേ പോകത്തുള്ളൂ? നരകത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ദൈവസഭയ്ക്കകത്തുള്ളവരുടെ കാര്യമാണ്. ഈ ദൈവസഭയ്ക്കകത്തുള്ളവർ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തുകൊണ്ടിരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടിക്കൊണ്ടിരിക്കട്ടെ, അതേ നടക്കുള്ളൂ. എന്നാൽ മറ്റൊരു ഭാഗം നീതിമാൻ ഇനിയും നീതി ചെയ്തുകൊണ്ടിരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കട്ടെ. അതാണ് വിശുദ്ധൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. നീതിമാൻ നീതി ചെയ്തുകൊണ്ട് തുടരട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. അതാണ് വിശുദ്ധൻ്റെ മാനസാന്തരം. മറ്റേത് സുവിശേഷം കേൾക്കുമ്പോൾ തീനരകത്തിന് അധീനരായി കിടക്കുന്ന, അന്ധകാര ശക്തിക്ക് അധീനരായി കിടക്കുന്ന ഈ ലോകത്തിലെ പാപികൾ സുവിശേഷം കേൾക്കുമ്പോൾ എന്തു ചെയ്യും? രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവസഭയിലേക്ക് വരും. അങ്ങനെ വന്ന് ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ അങ്ങ് പോകുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് കൂട്ടത്തിലും പെടാനായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവം തരുന്നതല്ല, നമ്മൾ തീരുമാനിക്കുന്നതാണ്. ആത്മരക്ഷയ്ക്ക് നമ്മുടെ ഒരു ക്രിയയും പറ്റില്ല, യാതൊന്നും ആവശ്യമില്ല. കൃപയാൽ വിശ്വാസം മൂലം ദൈവത്തിൻ്റെ ദാനമായ രക്ഷ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ, ആ വിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭാഗത്ത് വരേണ്ടിയിരുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം പോലും എന്താ? ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദാനമാകുന്ന വിശ്വാസം നമുക്കുണ്ടായപ്പോൾ അതിലൂടെ കൃപയാകുന്ന ആ രക്ഷയിലേക്ക് ദൈവം നമ്മെ വഴി നടത്തി. ദേഹിരക്ഷ എന്ന് പറയുന്നത് കൃപ കൊണ്ടും, കൃപ വേണ്ടെന്നല്ല, ഇതുപോലെ ദാനം കൊണ്ടും ഒന്നും കിട്ടുന്നതല്ല. അത് ശരിക്ക് പണിയെടുക്കണം. നമ്മൾ പറയത്തില്ലേ, എടാ 350 രൂപ കൂലി തന്നെങ്കിൽ ചുമ്മാ അങ്ങനെ മെനക്കെട്ട് നിന്നാൽ പറ്റത്തില്ല. 8 മണിക്ക് 10 മിനിറ്റ് മുമ്പേ വന്ന് 5 മണിക്ക് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ആ സമയം മുഴുവൻ എല്ല് മുറിയെ പണിയെടുത്താൽ എന്ന് പറയുന്ന പോലെ ഇത് അധ്വാനിച്ച്, ഇത് പ്രവർത്തിച്ച്, ഇത് മനഃപൂർവ്വം തീരുമാനിച്ച്, ഇത് യുദ്ധം ചെയ്ത്, ഇത് ഓട്ടമോടി, ഇത് വിശ്വാസം കാത്ത്
ഇത് ബലാത്കാരം ചെയ്ത്, അതാ കർത്താവ് പറഞ്ഞത്, ബലാത്കാരം ചെയ്ത് ദൈവരാജ്യത്തെ അനുഭവമാക്കുന്നു. അതൊക്കെ ഈ വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിന് പണം മുടക്കാനുണ്ട്, ഇതിന് ശരീരശക്തി കളയാനുണ്ട്, ഇതിന് ബുദ്ധിശക്തി പ്രയോഗിക്കാനുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം ആർക്കു വേണ്ടി ജീവിക്കുന്ന കാര്യമായി പറയുന്നത്? കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതാണ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ, നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി ത്യജിക്കണം, നീ നിനക്കുള്ളവരെ എനിക്ക് വേണ്ടി ത്യജിക്കണം, നീ നിനക്കുള്ളതിനെ എനിക്ക് വേണ്ടി ത്യജിക്കണം, നിന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കണം. ഇതേ ഈ പറയുന്നതെല്ലാം ഈ പശ്ചാത്തലത്തിലാണ്. വിശ്വാസികളുടെ കാര്യമല്ല, ശിഷ്യന്മാരായി വരുന്നവരുടെ കാര്യമാണ് ഈ വ്യവസ്ഥ. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും ദൈവസഭയിൽ വിശ്വാസികളാണ്. എന്നാൽ ന്യൂനപക്ഷം മാത്രം എന്തായിരിക്കുന്നു? ശിഷ്യന്മാരായി മാറും. ആ ശിഷ്യന്മാർ പിന്നെയും വളർന്ന് ദേഹിരക്ഷ നേടി ചെല്ലുമ്പോഴാണ് ഇവരാരായി മാറുന്നത്? കാന്തയായിട്ട് മാറുന്നത്. അത്രത്തോളം ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. തുടർന്ന് ഇന്ന് ഈ മനുഷ്യനിലുള്ള 3 ഘടകങ്ങളിൽപ്പെട്ട ആ ദേഹി എന്ന് പറയുന്ന ഘടകത്തെ തിരിച്ചറിയാനായിട്ട്, വചനപ്രകാരം തിരിച്ചറിയാനായിട്ടുള്ള പ്രാഗൽഭ്യം, അതിനുള്ള കഴിവ്, അതിനുള്ള കൃപ നാം ഓരോ ദൈവ പൈതലും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാൻ മേലാതെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് ദൈവവചനമാണെങ്കിലും ദൈവിക വിഷയമാണെങ്കിലും എനിക്കത് ആത്മാവിലൂടെ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ദേഹിയിലൂടെ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ തികച്ചും ഒരു ജഡീകനായിരുന്നു കൊണ്ട് ജഡത്തിലൂടെയും ഇതെടുക്കാനായിട്ട് കഴിയും. ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവനുള്ളവനായിട്ട് ഇവിടെ നിൽക്കുമല്ലേ. എനിക്ക് 3 ഘടകമുണ്ട്. ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. അതുകൊണ്ട് ജഡവും ദേഹിയും ആത്മാവുമുണ്ട്. പാപത്താൽ ദുഷിച്ചു പോയ ശരീരത്തിൻ്റെ പേരാ ബൈബിളിൽ ജഡമെന്ന് പറയുന്നത്. പാപം ചെയ്യുന്നതിന് മുമ്പ് ജഡമെന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റത്തുമില്ല. ശരീരമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. വാരിയെല്ലുകൊണ്ട് ഔവയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, അവളെ ആദാമിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവളും ജീവനുള്ള ദേഹിയായി തീർന്നു. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം നാള് ഇതിനകത്ത് മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഘടകത്തിൻ്റെ പേരാണ് എന്ത്? ദേഹി. അതാ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ആത്മാവാണ് ഏറ്റവും ഗൗരവമുള്ളത്. ആത്മാവിനും ശരീരത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഘടകമാണ് ദേഹി. ആത്മാവിന് നേരിട്ട് ശരീരത്തിലേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദേഹിയിൽ കൂടെ മാത്രമേ ശരീരവുമായി ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജഡത്തിന് നേരിട്ട് ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ജഡത്തിന് നമ്മുടെ ദേഹിയിൽ കൂടെ മാത്രമേ ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജഡപ്രകാരം ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ജഡീകന് ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദേഹിയും കൊണ്ട് ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമുക്ക് ആത്മാവിലൂടെ മാത്രമേ നമ്മുടെ ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മളിങ്ങനെ തിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബ്രദർ സാക് പുന്നൻ പറഞ്ഞിരിക്കുന്നത് ഒരു വാചകം ഞാൻ പറയാം. ഈ ലോകത്തിൽ ഒരു മന്ദബുദ്ധിക്കും അതിൻ്റെ എതിര് ഈ ലോകത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യനും ദൈവത്തെ മനസ്സിലാക്കുവാൻ ഉള്ള കഴിവ് ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഏറ്റവും വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ആരെ പിടികിട്ടത്തില്ല? ദൈവത്തെ പിടികിട്ടത്തില്ല. മന്ദബുദ്ധിയായ ഒരു മനുഷ്യന് ബുദ്ധിയെ മന്ദിച്ച് കിടക്കുക, അവനും ബുദ്ധി കൊണ്ട് എന്തിനെ പിടിക്കാൻ പറ്റത്തില്ല? ദൈവത്തെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നോക്കിക്കേ, ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവവുമായി ബന്ധപ്പെടുവാനും ഒരു മന്ദബുദ്ധിക്ക് കഴിയാതിരിക്കുന്ന പോലെ തന്നെയാണ് ഒരു ബുദ്ധിമാനും അത് സാധിക്കത്തില്ല. ഇത് പറഞ്ഞാൽ നമുക്ക് മന്ദബുദ്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അത് പിന്നെ പ്രത്യേകം പറയണോ? അതിനുണ്ടോ വല്ലതും അറിയാവുള്ളൂ നമ്മൾ ചോദിക്കും. എന്നാൽ അതിബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ ഏതെങ്കിലും വിഷയത്തിൽ അവൻ്റെ ബുദ്ധി പ്രയോഗിച്ച് വലിയ മറ്റാരും ചെയ്യാത്ത കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോഴാണല്ലോ
അവന് ഡോക്ടറേറ്റൊക്കെ ലഭിക്കുകയും അതുപോലെ അവൻ ശാസ്ത്രജ്ഞനായിട്ട് മാറുകയും ചെയ്യുന്നത്. അവനെ നാം വിളിക്കുന്നതാണ് അവൻ മണ്ടനാണോ? അല്ല, അവൻ മന്ദബുദ്ധിയാണോ? അവൻ ലോകത്തിലുള്ളതിലേക്കും ബുദ്ധിമാനാണ്. നമ്മുടെ രാജ്യത്തുള്ളതിലേക്കും ബുദ്ധിമാന്മാരായ ആളുകളായി ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇവൻ്റെ ബുദ്ധിയും ഇവൻ്റെ മന്ദതയും ഒരേ സ്റ്റാൻഡേർഡാണ്. അപ്പം പിന്നെ എന്തുകൊണ്ടേ സാധിക്കത്തുള്ളൂ? ആത്മാവ് കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട് ഈ മർമ്മം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ശിശുക്കളാണോ പ്രായത്തിൽ? അല്ല, ശിശുഹൃദയരായി മാറി അവർ യേശുവിൻ്റെ കൂടെ കൂടിയതുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ജ്ഞാനികൾക്കും ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിരിക്കുന്ന ഈ സ്വർഗീയ മർമ്മം ഇവർക്ക് നീ വെളിപ്പെടുത്തിയാൽ, എൻ്റെ ഈ ശിഷ്യന്മാരായ ഈ ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് ജ്ഞാനികൾക്ക് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ആ വിവേകികൾക്ക് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭാഷയിലെ ബുദ്ധിമാനാണ് ജ്ഞാനിയും വിവേകിയും. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഈ ദേഹിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ, വഞ്ചനയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നാം മനുഷ്യൻ്റെ ദേഹിയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ, അതിന് മറ്റെങ്കിലേക്കും പോകണ്ട, നമ്മിൽ തന്നെയുള്ള ദേഹിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വചനപ്രകാരം നമ്മൾ മനസ്സിലാക്കണം. എവിടെയാ 3 വിധ ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ മനുഷ്യന്? നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5:23 ആകയാൽ നിങ്ങളുടെ പ്രാണനും ആത്മാവും ദേഹവും കർത്താവിൻ്റെ നാളിൽ, വരവിൻ നാളിൽ അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ. അല്ലേ? നിന്റെ ദേഹവും നിന്റെ ദേഹിയും നിന്റെ ആത്മാവും യേശുവിൻ്റെ വരവെങ്കിൽ ഒരുപോലെ ആ 3 ഘടകങ്ങളും വിശദീകരിക്കപ്പെട്ട് കാക്കപ്പെടുവാൻ ഇടയാകട്ടെ. അങ്ങനെയല്ലേ പറയുന്നത്? അതുപോലെ തന്നെ മറ്റൊരു വാക്യമാണ് എബ്രായ ലേഖനം 4:12. എബ്രായ ലേഖനത്തിൽ 4:12 വായിക്കുമ്പോൾ മറ്റേ വാക്യത്തിൽ മനുഷ്യന് 3 ഘടകമുണ്ട്. അത് കർത്താവിൻ്റെ നാളിൽ 3ഉം അനിന്യത വരാതെ വിശുദ്ധമായി കാക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ, എബ്രായർ 4:12 മനുഷ്യന് 3 ഘടകമുണ്ടെന്ന് മാത്രമല്ല, ആ 3 ഘടകങ്ങളെ ദൈവവചനത്താൽ എപ്രകാരം വേർതിരിച്ചിട്ട് നമുക്ക് ഓരോ ഘടകത്തെയും കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏത് വിഷയമാണ്? ദേഹിയെക്കുറിച്ചല്ലേ. അതുകൊണ്ട് എബ്രായ 4:12 വായിച്ചേ. മനസ്സിലാക്കുക. ദൈവവചനത്തിൻ്റെ പ്രവർത്തനം, ദൈവവചനത്തിൻ്റെ ദൈവമക്കളിലുള്ള പ്രവർത്തനം അതെന്താ? ദൈവത്തിൻ്റെ വചനം എങ്ങനെ പ്രവർത്തിക്കുന്നു? ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്. ചൈതന്യം സമം എന്താ? തേജസ് എന്ന് പറയാം. മലയാളത്തിൽ ചൈതന്യം, ഐശ്വര്യം, അതിന് നല്ല വചനത്തിലെ പദം തേജസ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇരുവായ്ത്തല വാള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 വശവും ഒരുപോലെ, ഒരു കത്തിയുടെ വാളിൻ്റെ 2 വശവും ഒരുപോലെ മൂർച്ച. അതാണ് ഇരുവായുത്തലയുള്ള വാള്. അപ്പോൾ ഇരുവായുത്തലയുള്ള ഈ ലോകത്തിലെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വാളാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി ദൈവവചനത്തെ മനസ്സിലാക്കേണ്ടത്, ദൈവവചനം എന്താണ്? അത് ജീവൻ. ആരുടെ ജീവൻ? ദൈവത്തിൻ്റെ ജീവൻ. ദൈവവചനത്തിന് ദൈവത്തിൻ്റെ ജീവനുണ്ട്. ദൈവവചനത്തിന് ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ദൈവവചനം ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ മൂർച്ചയേറിയ വാളിൻ്റെ ജീവനും ചൈതന്യവും മൂർച്ചയേറിയതുമായ വാളാകുന്ന ദൈവവചനം എങ്ങനെയാ പ്രയോഗിക്കുന്നത്? പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ
ിലേക്ക് ഈ വാളങ്ങ് ചെല്ലുമ്പോൾ ഈ 3 ഘടകത്തെയും വേർതിരിക്കും. ഇത് ആത്മാവ്, ഇത് ദേഹി, ഇത് ദേഹം. ഇവിടെ ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്, ദേഹിക്ക് പറഞ്ഞിരിക്കുന്ന പ്രാണൻ എന്ന. ഇവിടെ ആത്മാവിന് ആത്മാവ് തന്നെയാണ്. അതുപോലെ തന്നെ ശരീരത്തിന് പറഞ്ഞിരിക്കുന്നത് സന്ധി മജ്ജകളാൽ. അത് വേറൊരു ഈ സന്ധി മജ്ജയൊക്കെ എവിടെ? ആത്മാവിലാണോ ഉള്ളത്? ദേഹിയിലാണോ ഉള്ളത്? അല്ല, ശരീരത്തിലാ സന്ധി മജ്ജകൾ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ച് യുക്തമായി ചേർന്ന് വളർന്നു വരുന്നതെന്ന് കൊലോസ്യ ലേഖനത്തിലുണ്ട്. അതിതാ സന്ധി മജ്ജകൾ. അപ്പോൾ ഈ 3 ഘടകങ്ങളെ തിരിക്കാനായിട്ട് ജീവനുള്ള, ചൈതന്യമുള്ള, ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതായ ദൈവവചനത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ വ്യക്തികളിൽ ഈ വചനം ക്രിയ ചെയ്ത് ഇത് തിരിച്ചു തരും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഡോക്ടറെ ഇന്ന് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, അടുത്ത ബുധനാഴ്ച പാടൂ. എൻ്റെ കാര്യമല്ല, ഞാൻ ഉദാഹരണം പറയണതാ. ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ബുധനാഴ്ച ഞാനങ്ങ് പോവില്ല, മനസ്സില്ലെന്ന് പറഞ്ഞാലോ? ഓപ്പറേഷൻ നടക്കുമോ? ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞേച്ച് ഓപ്പറേഷനായിട്ട് നമ്മളെ കൊണ്ടുപോവുക. നേഴ്സുമാർ വന്ന് ഒരുക്കുന്നു, ഡ്രസ്സ് മാറ്റുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ആ മുറിയിൽ കൊണ്ടുപോകുന്നു, അനസ്തേഷ്യ തരുന്നു, ബോധം കെടുത്തുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു. ആ നേഴ്സിനെയും തൊടിയിക്കില്ല, ആരെയും തൊടിയിക്കില്ല, ചവിട്ടും തൊഴിയാണ്, ആ വസ്ത്രവും ഇടിയിക്കില്ല, ഓപ്പറേഷൻ മുറിയിൽ അനസ്തേഷ്യ കുടിപ്പിക്കില്ല, ഓപ്പറേഷൻ ചെയ്യിടൂ, ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ കഴിഞ്ഞാലോ വലിച്ച് താഴെ ഇറക്കി ആശുപത്രിയുടെ ഗേറ്റും കെടുത്ത് വീട്ടിൽ വിടും. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഒരു രോഗത്തിന് ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടണമെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുകയും ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ച് അനുസരിക്കുകയും ചെയ്യണം. വേണ്ടേ? ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്? ഇതിന് വേണ്ടിയിട്ടല്ലേ? അല്ലാതെ ഡോക്ടറുടെ വേണ്ടിയിട്ടാണോ? അല്ല, അയാൾക്ക് അതിൻ്റെ വരുമാനം ലഭിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ ഇരുന്നാലും ഈ ജീവനും ചൈതന്യവുമുള്ള ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യേണ്ടതിലേക്ക്, എൻ്റെ ദേഹം ദേഹി ആത്മാവ് തിരിച്ച് ബോധ്യപ്പെടുത്തി തരേണ്ടതിലേക്ക് ഞാൻ വചനത്തിന് വിധേയപ്പെടുന്നു. വചനത്തിന് വിധേയപ്പെടുന്നതിനോടൊപ്പം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നു, അതോടൊപ്പം ദൈവത്തിനും വിധേയപ്പെടുന്നു എന്ന് വരുന്നവരിൽ മാത്രമേ ഇത് ക്രിയ ചെയ്യത്തുള്ളൂ. അവർക്ക് മാത്രമേ അത് തിരിച്ചു കിട്ടത്തുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് എബ്രായർ 4:12 വാക്യത്തിൽ ദൈവവചനം എങ്ങനെ ഈ ഘടകങ്ങളെ, മനുഷ്യനിലുള്ള 3 ഘടകങ്ങളെ എങ്ങനെ വേർതിരിക്കുന്നു എന്നാണ് അവയെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ദൈവസഭയിൽ 3 കൂട്ടം ആളുകളുണ്ടെന്ന് പൗലോസ് പറഞ്ഞു. ജഡീകർ, ആത്മീകർ, പ്രാകൃതന്മാർ. ആ പ്രാകൃതൻ എന്നുള്ള വാക്കാണല്ലോ എന്ത്? ദേഹീപരൻ. അത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? പ്രാകൃതൻ എന്ന് പറഞ്ഞത് ദേഹീപരനാണെന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മനസ്സിലാവില്ല. കേൾക്കുമ്പോഴേ തന്നെ ഒരു വെറുപ്പ്, ഒരു അറപ്പുവാ ആ വാക്കിൽ. ശരിയല്ലേ? പ്രാകൃതന്മാർ, അല്ലെങ്കിൽ പ്രാകൃതം പോട്ടെ എന്നാ. അത് മലയാളത്തിൽ തെറ്റിപ്പോയതാ. അവിടെ വേണ്ടത് ദേഹീപരൻ എന്ന നല്ല ഭാഷയിൽ. പ്രാകൃതൻ എന്ന് ഉള്ളിടത്തെല്ലാം ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ, സ്വതസിദ്ധനായ മനുഷ്യൻ. അതാണ് മനുഷ്യനെ എന്ന് സൃഷ്ടിച്ചുവോ അന്നവൻ്റെ സ്വാഭാവികത എന്തോ. ചുരുക്കത്തിൽ ആദമും അവയും പാപം ചെയ്യാതിരുന്നതിന് മുമ്പുള്ള ആ പ്രകൃതത്തെയാണ് നാച്ചുറൽ മാൻ എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുന്ന ദേഹീപരൻ, ദേഹി സഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചപ്പോൾ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു ദൈവസഭയിൽ 3 കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടാകും. അതിൽ ഏറ്റവും കുറച്ച് ആളുകളാണ് 1-ാം നമ്പർ സ്ഥാനത്തേക്ക് വരുന്നത്. അവരുടെ പേരെന്താ? ആത്മീകര്. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിൽക്കുന്നവരുടെ പേരെന്താ? പ്രാകൃതന്മാർ. അതല്ലേ അതിൻ്റെ രസം? ദേഹീപരന്മാർ. അതിൻ്റെയും താഴെ നിൽക്കുന്നവരുടെ പേരെന്താ? ജഡീകന്മാർ. ജഡത്തിൻ്റെ 15 കൂട്ടം പ്രവൃത്തികൾ ആരിൽ നിന്ന് വെളിപ്പെട്ട് കൊണ്ടിരിക്കുന്നുവോ അവനെല്ലാം രക്ഷിക്കപ്പെട്ടവനായാലും ആര് തന്നെയാ? ജഡീകന. അപ്പോൾ ജഡത്തിൻ്റെ 15 കൂട്ടം പ്രവൃത്തികൾ ഗലാത്യ 5:19 മുതൽ 21 വരെയുള്ള വേദഭാഗത്ത് വായിക്കുമ്പോൾ 15 കൂട്ടം ജഡത്തിൻ്റെ പ്രവൃത്തികളെ അവിടെ എണ്ണി പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്.
ആ പ്രവൃത്തികൾ പറഞ്ഞാൽ, ആ പാപങ്ങൾ പറഞ്ഞാൽ മൃഗീയമായിട്ടുള്ള പാപങ്ങൾ വരെ അതിനകത്തുണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ മൃഗീയനെന്ന് വിളിച്ചാലും ആശയത്തിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ജഡീകന്മാർ പാല് മാത്രമേ കുടിക്കുള്ളൂ. ഉണ്ടായ കൊച്ചങ്ങളെ പോലെ ആത്മീകമായിട്ട് ജനിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ദൈവത്തിൻ്റെ അളവ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വചനമാകുന്ന പാല് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരിലൊക്കെ ജഡീകന്മാരിൽ ഈർഷ്യ, പിണക്കം, പക, അത് ഇതൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. കൊരിന്ത്യ സഭയുടെ അവസ്ഥ അതായിരുന്നു. നമ്മൾ പഠിപ്പിച്ച് 7 അടിസ്ഥാന ഉപദേശം ഏൽക്കുമ്പോഴത്തേക്കും കുഞ്ഞാടിൻ്റെ രാജ്ഞിയായെന്ന അതേപോലും ഒരു കൊച്ച് ഇങ്ങനെ എണ്ണൂള് തുടങ്ങണത് 8, 9, 10, 11 എന്ന് പറഞ്ഞു തുടങ്ങിയാൽ 7 വരെ അറിയാൻ മേല എന്ന് പറഞ്ഞാലോ അങ്ങനെ എണ്ണം പോവുമോ? 1, 2, 3 എന്ന് പറയുന്ന പോലെ അടിസ്ഥാന ഉപദേശം 7 അത് ആദ്യം തുടങ്ങണതാ. മാനസാന്തരം 7 നമ്പർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് പോകണ്ട എണ്ണം. 10 വരെ പഠിക്കാത്തവൻ 100 വരെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? 11 മുതലേ അവൻ ചൊല്ലുള്ളൂ. ആ എണ്ണം ഒന്ന് ചെല്ലാൻ പറഞ്ഞാൽ ആ കൊച്ചെ എവിടെ മുതലേ പറയുള്ളൂ? 11 മുതലാന്ന് വിചാരിക്കുക. 10 വരെ പഠിക്കാതെ കണക്ക് ശരിയാവുമോ? ശരിയാകത്തില്ല. 100 വരെ കുറച്ചുകൂടെ പ്രായമുള്ളവരായതുകൊണ്ട് 100 വരെ പറയൂല, 101 മുതലേ പറയുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉള്ള ബുദ്ധികേടാ ഈ അടിസ്ഥാന ഉപദേശം 7 വെക്കുമ്പോൾ ആത്മീകനായി, ദൈവികനായി, കുഞ്ഞാടിൻ്റെ കാന്തയായി എന്ന് വിചാരിക്കുന്നിടത്തോളം വിഡ്ഢിത്തരവും മൗഢ്യത്തരവും വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, 10 വരെ പഠിക്കാതെ എണ്ണം മുമ്പോട്ട് പോകാൻ പറ്റുമോ? അടിസ്ഥാന ഉപദേശം 7 വെക്കാതെ സ്റ്റാർട്ട് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അത് അന്ത്യമല്ല, ഇത് ആരംഭമാണെന്ന് പറഞ്ഞാൽ മതി. രക്ഷയുടെ ആരംഭത്തിലുള്ള 7 കാര്യമാണ് അടിസ്ഥാന ഉപദേശം. രക്ഷയുടെ അവസാനത്തിലുള്ള 10 കഴിഞ്ഞ് 100 കഴിഞ്ഞ് 1000 കഴിഞ്ഞ് 10,000 കഴിഞ്ഞ് ലക്ഷം കഴിഞ്ഞ് കോടി കഴിഞ്ഞ് അങ്ങ് പോകുന്ന പോലെ എണ്ണി പോകുന്ന പോലെ ആത്മീക ജീവിതത്തിൽ വളർന്നു വരേണ്ടിയിരിക്കുന്നു. അതാ ബൈബിൾ അനുശാസിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, അതുകൊണ്ട് ദൈവമക്കളെ 3 തിരിക്കുമ്പോൾ ഏറ്റവും താഴേക്കടിയിലുള്ളവരുടെ വകുപ്പിൻ്റെ പേരെന്താ? ജഡീകര്. അത് കഴിഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത് ആരാ? പ്രാകൃതര്. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആരാ? ആത്മീകൻ. അടിസ്ഥാന ഉപദേശം 7 മേറ്റാൽ ഒരാൾ ആത്മീകനാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കോരിന്ത്യയിലുള്ളവർ മുഴുവൻ എങ്ങനെ വരേണ്ടതായിരുന്നു? 7 അടിസ്ഥാന ഉപദേശം ഏറ്റെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ 1 കൊരിന്ത്യർ 12 പറയുന്ന 9 കൃപാവരവും കോരിന്ത്യ സഭയിൽ പ്രാപിച്ചവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെപ്പോൾ കൂടി വന്നാലും അന്യഭാഷ മാത്രമല്ല 9 കൃപാവരവും അവിടെ ജ്വലിച്ചുമിരുന്നു. ഇതും അവിടെ പറയുന്നുണ്ട്. എന്നിട്ടും അവരാരായി മാറിയില്ല? ആത്മീകരായിട്ട് മാറിയില്ല. വിരളയിൽ എണ്ണാവുന്ന ആരോ മാറിയുള്ളൂ. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? എന്നാൽ ഇനി നമുക്ക് ആ ജഡീകൻ്റെ കാര്യം മാറ്റിവെക്കാം, ആത്മീകൻ്റെ കാര്യം മാറ്റിവെക്കാം. ദേഹീപരൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. മനുഷ്യരാൽ നല്ല സാക്ഷ്യം പ്രാപിക്കാൻ കഴിയും. ഈ ജഡത്തിൻ്റെ പ്രവർത്തനം ഉണ്ടോ അവനിൽ? ഇല്ല. അതിൽ നിന്ന് ജയമെടുത്തു. ഈ ജഡത്തിൻ്റെ പ്രവൃത്തി ഉള്ളവനെ ലോകം മൃഗീയനാണെന്നും പൈശാചികനാണെന്നും വെടക്കാണെന്നും ദുഷ്ടനാണെന്നും ഒക്കെ പറയും. പക്ഷേ ആ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആരായി മാറിയെന്ന? ആത്മീകനായി മാറിയെന്ന. എന്നാൽ എന്തായിട്ടേ മാറിയിട്ടുള്ളൂ? ദേഹീപരനായിട്ടേ മാറിയിട്ടുള്ളൂ. അവന് നല്ല ഒരു സാക്ഷ്യമുണ്ടാകും. അതൊരു പരമസത്യമാണ്. അടുത്തത്, ദൈവികമായ കുറേ സ്വഭാവങ്ങൾ അവനുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടു, ജഡീകൻ്റെ അവസ്ഥയിൽ നിന്ന് മുകളിലോട്ട് വന്നില്ലേ? അവനിൽ ഉണ്ടാകുന്ന ആ സ്വഭാവത്തിൻ്റെ പേരുകൾ ഞാൻ പറയാം. ദയയുള്ളവനായിരിക്കും, സൗമ്യതയുള്ളവനായിരിക്കും, അനുകമ്പയുള്ളവനായിരിക്കും, താഴ്മയുള്ളവനായിരിക്കും, നീതിയുള്ളവനായിരിക്കും, മനസ്സലിവുള്ളവനൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഒരു തരം നല്ല സ്വഭാവങ്ങളല്ലേ? നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ദൈവിക സ്വഭാവങ്ങൾ തന്നെയാണ്, കർത്താവിലുള്ള സ്വഭാവങ്ങൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപിടി സ്വഭാവങ്ങൾ അവനുള്ളത് കൊണ്ട് അവനും മറ്റുള്ളവരും ഇവനെ എന്തായിട്ടാണ് പറയുന്നത്? ആത്മീകനായിട്ടാ പറയുന്നത്. ഒരിക്കലും അവൻ ആത്മീകനല്ല. ഇതൊക്കെ ദേഹിയുടെ പ്രവൃത്തികളാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മൃഗീയമായ നിലയിൽ നിന്ന് ഇവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. മാനസാന്തരപ്പെട്ടിട്ട് മൃഗീയമായ അവസ്ഥയിൽ നിന്ന്, ജഡീകൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്നവനാണ് ഇവനെന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന സമൂഹത്തിൽ, സഭയിൽ, ദേശത്തിലൊക്കെ പ്രശംസ നേടിയെടുക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ പറയില്ലേ, ഇല്ലേ,
ഈ നമ്മൾ വലിയ ചേഞ്ച് എന്നൊക്കെ പറയുന്ന ഇതാ, ഇത്രത്തോളേ വരുന്നുള്ളൂ. ആദരണീയനായ ഒരു പൗരനായി അവൻ മാറും. മറ്റുള്ളവർ ആദരിക്കത്തക്കവണ്ണമുള്ള ഒരു പൗരനായി മാറും. അതെന്തിനാ പറയുന്നത്? ഹൈന്ദവ സഹോദരന്മാരിലും മുസ്ലിം സഹോദരന്മാരിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ക്രിസ്ത്യാനികളല്ലാത്ത ജാതികൾ എന്തൊക്കെയുണ്ടോ അവരിലൊക്കെയും മനുഷ്യൻ്റെ പ്രശംസ നേടുന്നവരും പല സൽസ്വഭാവങ്ങളുള്ളവരും ആദരണീയരായ വ്യക്തികളില്ലേ? മഹാത്മാഗാന്ധിയെ പോലെ ഒരു ദൈവ പൈതലിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ദൈവ പൈതലല്ല, ദൈവ പൈതലിന് വേണ്ട സ്വഭാവത്തെക്കാൾ കൂടുതൽ നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു ആര്? മഹാത്മാഗാന്ധി. എന്നാൽ മഹാത്മാഗാന്ധി കർത്താവായിരിക്കുന്ന യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി വിശ്വസിച്ച് ഒരു ക്രിസ്ത്യാനി ആയോ എന്നറിയത്തില്ല, ഇല്ലെന്നാണ് അല്ലേ? ഭാരതത്തിലെ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ, ബൈബിളൊക്കെ വായിച്ചിട്ടുള്ളതാ. ഗിരിപ്രഭാഷണം അദ്ദേഹത്തെ വളരെ ഹഠാത് ആകർഷിച്ചിട്ടുള്ളതാ. അതനുസരിച്ച് ജീവിക്കാൻ അനുകരണ ജീവിതം നയിച്ചവനാ. ആ വിഷയത്തിൽ അദ്ദേഹം ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് മാറും. മനുഷ്യന് വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് മാറും. പല കാര്യങ്ങൾക്കും വിശ്വസിക്കാം, പണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ സ്ത്രീകളോടുള്ള ഇടപാടിൽ. കാരണം ആ പ്രാകൃത സ്വഭാവം, ആ ജഡീക സ്വഭാവങ്ങളെല്ലാം വിട്ടുപോയില്ലേ? അപ്പോൾ ഇവനോട് നല്ല പക്വതയുള്ളവനും ഒരു വിശ്വസ്തനും ഒക്കെയാണെന്ന് വരും. ഇതൊക്കെ എന്തിൻ്റെ ഘടകങ്ങളാ? ദേഹിയുടെ ഘടകങ്ങളാ. അപ്പോൾ ഇനി ഞാൻ യേശു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നപ്പോൾ 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ച യേശു തമ്പുരാൻ ജഡീകനായിരുന്നോ, പ്രാകൃതനായിരുന്നോ, ആത്മീകനായിരുന്നു? അത് നിങ്ങൾ സമ്മതിക്കും. ഈ 3 ഘടകം യേശുവിനില്ലേ? ജഡമുണ്ട്, വചനം ജഡം എടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് ഏകജാതനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ്റെ തേജസ്സായിട്ട് കണ്ടു. ഇതൊക്കെയല്ലേ പറയുന്നേ? അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തു ആത്മീകനായിരുന്നു. യേശു ക്രിസ്തു ഒരിക്കലും ദേഹീപരനായിരുന്നില്ല, താൻ ജഡീകനായിരുന്നില്ല, താൻ ഒരിക്കലും ദേഹീപരനുമായിരുന്നില്ല. എന്നാൽ താൻ ആത്മീകനായിരുന്നത് കൊണ്ട് ഈ പറഞ്ഞ സ്വഭാവങ്ങളും ഇതിനേക്കാൾ നല്ല സ്വഭാവങ്ങൾ മുഴുവൻ ആരിലുണ്ടായിരുന്നു? യേശു കർത്താവിൽ ഉണ്ടായിരുന്നു. യേശു ദേഹീപരനല്ലായിരുന്നു എന്നുള്ളതിന് മർക്കോസ് 3:21, 31, 32 ആ 3 വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് 3:21, 31, 32 3 വാക്യങ്ങൾ. മർക്കോസ് 3:21 മതി. യേശുക്രിസ്തുവിൻ്റെ അന്നത്തെ ചാർച്ചക്കാരെല്ലാം യേശുവിന് എന്തുണ്ടെന്ന് പറഞ്ഞു? അല്ല, ബുദ്ധിഭ്രമം, ഭൂതമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ബേൽസെബൂലിനെ കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ ഇറക്കുന്നത്, ഇവൻ ദുരാത്മാവുള്ളവനാന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ചാർച്ചക്കാരെന്താന്നാ പറഞ്ഞേ? ബുദ്ധിഭ്രമം അല്ലേ? എന്ത് കണ്ടിട്ടാ യേശുവിന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് ഈ ചാർച്ചക്കാർ പറഞ്ഞത്? ഈ ചാർച്ചക്കാരെന്ന് പറഞ്ഞാൽ ആരാ? മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും ആളുകൾ. അതാണല്ലോ തൻ്റെ വീട്ടുകാർ അല്ലേ? ചാർച്ചക്കാർ. തനിക്ക് തന്നെ എത്ര 4 സഹോദരന്മാരുണ്ടെന്നും ഒന്നിലധികം 2 പേരെങ്കിലും വേണമല്ലോ സഹോദരിമാരെന്ന് പറയുമ്പോൾ. അപ്പോൾ ചുരുക്കം എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും 2 സഹോദരിമാരും 4 സഹോദരന്മാരും ഉണ്ടെന്ന് ബൈബിളിലുണ്ട്. അത്രത്തോളം സഹോദരങ്ങൾ തനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവർ പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഇവൻ എന്തുണ്ട്? ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു. 31 അതിൻ്റെ തന്നെ 31 വാക്യം വായിച്ചേ. യേശുക്രിസ്തു ഇതുപോലെ തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പുരുഷാരമുണ്ട്. അപ്പോഴാണ് തൻ്റെ അമ്മയും ഈ സഹോദരന്മാരും കൂടെ യേശുവിനെ അന്വേഷിച്ച് വരുന്നത്. സാധാരണ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അറിവ് കൊടുത്തു. ശിഷ്യന്മാരെയൊക്കെ അവരറിയുമല്ലോ, കണ്ട് സീരിയസ് കേസാണ്, അടിയന്തരമായ ഒരു കാര്യം, ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ യേശുവിനെ കണ്ട് ഇച്ചിരി കാര്യങ്ങൾ
പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ വിവരം യേശുവിനോട് വന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കണക്ക് പ്ലീസ് ഒരു പാട്ട് പാടിയാട്ടെ, എൻ്റെ ഭാര്യയും മക്കളും അവിടെ വന്ന് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയോട് സഹോദരന്മാരോട് വർത്തമാനം പറയാൻ തൻ്റെ ശൂരോട് നിർത്തിയിട്ട് പോയോ? എന്തുകൊണ്ട് പോയില്ല? ഇപ്പോൾ ഒരു കൂട്ടം ആര് പറയും, അതാ പറഞ്ഞത് ഇവന് വെളിവില്ലെന്ന്, ഇവൻ അമ്മയെ അനുസരിക്കാത്തവനാണ്, അമ്മയെ മാനിക്കാത്തവനാണ്, സഹോദരന്മാരോട് കൂറില്ലാത്തവനാണ്, ജഡരക്തബന്ധങ്ങൾ പാലിക്കുന്നവനല്ല. മനുഷ്യന് സാമാന്യ ബോധമുണ്ടെങ്കിൽ അമ്മയല്ലേ, സഹോദരന്മാരുടെ പോട്ടെ, പ്രസവിച്ച അമ്മയെങ്കിലും മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ചെല്ലേണ്ടതല്ലേ? അതാ പറഞ്ഞത് ഇവനെന്തുണ്ട്, ബുദ്ധിഭ്രമമുണ്ട്. കർത്താവ് പോയോ? കർത്താവ് ദേഹീപരനായിരുന്നു എങ്കിൽ പോയേനെ. ദേഹിയിൽ ജീവിക്കുന്നവനായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും, ഞാനൊരു ദേഹീപരനാണെന്ന് പറയാൻ ഇപ്പോൾ ആരെങ്കിലും വന്ന് എന്നെ വിളിച്ചാൽ ഞാനിപ്പോൾ നിർത്തിക്ക് ഞാൻ ചെന്ന് ഒരാൾ വന്നേച്ചപ്പോൾ നിങ്ങളെ ആരെങ്കിലും കൈകാട്ടി വിളിച്ചു, സോണി ഇറങ്ങിച്ചെന്നു, അച്ഛനെ അത്യാവശ്യം കാണണം, വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്, 5 മിനിറ്റ് സമയം മതി എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് ചെവി പറയും. അപ്പം ഞാൻ ഒരു പാട്ട് പാടാനൊക്കെ പറഞ്ഞേച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞേച്ച് ഞാൻ ചെന്ന് 5 മിനിറ്റ് കൊണ്ട് ആ കാര്യം മനസ്സിലാക്കി വെച്ച് വരും. ഞാൻ ആരാ? ദേഹീപരന. യേശു ദേഹീപരനല്ല. എന്താ പറഞ്ഞത്? ദേഹീപരനായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് എന്നെ അന്വേഷിക്കുന്നത് കൊണ്ട് ഞാൻ അല്പസമയം അതെന്താണെന്ന് അറിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കൂല്ലേ? കർത്താവിനെ ആരെങ്കിലും കുറ്റം പറയുമോ? അവർക്കെല്ലാം വലിയ സന്തോഷമാകും. കർത്താവ് പറഞ്ഞു, എൻ്റെ അമ്മ ആരാ, എൻ്റെ സഹോദരങ്ങൾ ആരാ? പിന്നെ തൻ്റെ അടുക്കൽ ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെത്രേ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്ന് തന്നെ അരുളി ചെയ്തു. എനിക്കിപ്പോൾ ജഡരക്തബന്ധത്തിനല്ല ഊന്നൽ, യേശു പറയുകയാ, എൻ്റെ പിതാവിൽ കൂടി ഉള്ള ഒരു ബന്ധത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അവൻ്റെ വചനം കേൾക്കുവാൻ ഇവിടെ എൻ്റെ പാദപീഠത്തെങ്കിൽ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഈ ജനമാണ് ഇപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. അത് ജഡരക്തബന്ധങ്ങൾ. ദേഹീപരൻ എപ്പോഴും ജഡരക്തബന്ധത്തിൽ ഊന്നൽ കൊടുക്കുന്നവനാണ്. അപ്പനെ പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് ഇനി അപ്പാന്ന് വിളിക്കേണ്ടതാണോ ഇതിൻ്റെ അർത്ഥം? അതല്ല. അതാ എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ ചാർച്ചക്കാരെയോ കുടുംബക്കാരെയോ സ്വന്തക്കാരെയോ കൂട്ടുകാരെയോ പകയ്ക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ 33.5 വയസ്സുള്ള യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മകൻ മാത്രമല്ല, ശിഷ്യനായിരിക്കണമെങ്കിൽ ഇവൻ്റെ ജഡപ്രകാരമുള്ളവരെ എന്ത് ചെയ്യണം? പകയ്ക്കണം. വേണ്ടേ? അതാണ് നമ്മളവിടെ കണ്ടത്. എന്നാൽ മാതാവിനോടുള്ള കടമ ദൈവഹിതപ്രകാരം ആര് നിറവേറ്റിക്കൊണ്ടിരുന്നു? കർത്താവ് നിറവേറ്റിക്കൊണ്ടിരുന്നു. അതാണ് ദൈവികനായതിൻ്റെ, ആത്മികനായതിൻ്റെ ലക്ഷണം. അപ്പം ഞാൻ പറയുന്നത് യേശു ദേഹീപരനല്ല എന്നുള്ളതിൻ്റെ തെളിവിങ്ങനെയാണ്. ഇതാണ് ഈ ദേഹിയെ സംതൃപ്തിപ്പെടുത്തുക. ഞാൻ ചോദിക്കട്ടെ, അവിടെ വന്ന അമ്മയെ സഹോദരന്മാരെ കണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് യേശുവിനൊരു സംതൃപ്തി, അവർക്കൊരു സംതൃപ്തി. അപ്പോൾ ഇതിനിടയിൽ എന്ത് സംഭവിക്കും? ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ആരാടാ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരുമെന്ന് ഇതിലൂടെ ഇപ്പം അറിയാനായിട്ട് പറ്റും. ശരിയല്ലേ? യേശു ഒരു ദേഹീപരനാണെങ്കിൽ ഈ ആയിരക്കണക്കിന് ആളുകൾ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ അമ്മ ആരാന്ന് സഹോദരന്മാരാണെന്ന് കണ്ടേച്ച് പോട്ടെ എന്നങ്ങ് വിചാരിക്കൂല്ലേ? അതാണ് ഇതെല്ലാം, ഈ വക ചിന്തകളെല്ലാം എന്നെയും നിന്നെയും അരട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാ? ആൾ ഒറിജിനൽ ആത്മീകനല്ല, ദേഹീപരനാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. മത്തായി 10:34 ഒന്ന് വായിച്ചേ. മത്തായി 10:30. മതി. ഇപ്പം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായില്ലേ? എത്രയോ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഇതാണ്
ഞാൻ സമാധാനം, നിങ്ങൾ പറഞ്ഞ കണക്കെല്ലാം ഉള്ള സമാധാനം വരുത്താൻ വന്നതല്ല. ഞാൻ അതിന് പകരം എന്ത് വരുത്താൻ ഇവിടെ വന്നതാ? വാൾ വരുത്താൻ. എന്താണ് വാൾ? ദൈവവചനമാകുന്ന ഈ വാൾ കൊണ്ട് മനുഷ്യരുടെ ദേഹം തേകി ആത്മാക്കളെ തിരിച്ച് മുറിച്ച് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കാണിച്ചു കൊടുത്ത്, ഇവനാണ് ഇതാണ് ആത്മാവ്, ഇതാണ് ദേഹി, ഇതാണ് ദേഹം, ഇത് ആരെ അനുസരിച്ച് നീ ജീവിക്കുന്നുവോ, നീ ജഡീകൻ, നീ പ്രാകൃതൻ, നീ ആത്മീകൻ എന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ, ഇത് സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് അവിടെ പറഞ്ഞത് അല്ലേ? ഇത് സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഗലാത്യ 3:3 നമുക്കറിയാം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ന്യായപ്രമാണം രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്ത് വന്നതിന് ശേഷം ഒരിക്കൽ വിട്ടുകളഞ്ഞ ന്യായപ്രമാണത്തെ തിരികെ എടുത്ത് അതിൻ്റെ അടിമത്വത്തിൽ ചെന്ന് ആ നുഖത്തിൻ്റെ കീഴെ തലയാക്കി കൊടുത്ത് പിന്നെ അങ്ങനെ ജീവിക്കുന്ന ഗലാത്യ സഭയെ ശാസിച്ചെഴുതിയിരിക്കുന്ന, പ്രബോധിപ്പിച്ചെഴുതിയിരിക്കുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ആരംഭിച്ചത് ആത്മാവിലാ, പക്ഷെ ഇപ്പോൾ എവിടെ എത്തിയേക്കുവാ? അവസാനിപ്പിക്കാൻ പോവുക. അവസാനിപ്പിക്കുന്നത് എവിടെയാ? ജഡത്തിലാ. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീക ജീവിതം നോക്കിയാലും ഇത് തന്നെയാ. എന്നാരംഭിച്ചോ അന്നത്തെ സ്നേഹം, അന്നത്തെ തീഷ്ണത, അന്നത്തെ എരിവ്, അന്നത്തെ ആവേശം, അന്നത്തെ അവസ്ഥകളൊന്നും ഇല്ലാതെ നാം വളരുകയാണെന്ന് തോന്നും തോറും ആത്മാവിൽ ആരംഭിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? ജഡത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് കടന്നേ പോകാൻ പറ്റുള്ളൂ? ദേഹിയിലേക്കും വന്നിട്ട് ദേഹിയെയും കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോവുക? ഇതാ പറഞ്ഞു വന്നിരിക്കുന്നത്. ഇത് ആരുടെ അനുഭവമാണ്? ഗലാത്യ സഭക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. അവർ ആത്മാവിൽ ആരംഭിച്ചത്, അടിസ്ഥാന ഉപദേശം ഏറ്റപ്പോൾ ആത്മാവിലല്ലേ അത് തുടങ്ങിയത്. അന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുവാൻ പോകുന്നത് എന്താന്ന് ചോദിക്കുന്നത്. വീണ്ടും വായിച്ചേ. മതി, താഴോട്ട് ആ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പം ആത്മാവിൽ ആരംഭിച്ച്, നമ്മൾ തന്നെ പറയാറുണ്ട്, ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ ജീവിച്ച് ആത്മാവിൽ അവസാനിപ്പിക്കണം. അങ്ങനെയാ വേണ്ടത്. പക്ഷേ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വേറെ ആരുടെയെങ്കിലും ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് വിശ്വസിച്ചതാണോ ഗലാത്യക്കാർ? അല്ല. നമ്മുടെ ഈ വേദപുസ്തകത്തിൽ കാണുന്ന ന്യായപ്രമാണത്തെ മാത്രം എടുത്ത് അതിന് കീഴിലേക്ക് പോയ കാര്യമായി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ന്യായപ്രമാണത്തിന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനായി ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതൽ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഫലം കായ്ക്കത്തുള്ളൂ. റോമർ 7:4 നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ മരിച്ച്, ക്രിസ്തുവിൻ്റെ ശരീരത്താൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിന് ആയി തീരണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. വായിച്ചേ, റോമർ 7:4. മതി. ദൈവത്തിന് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ദൈവസഭയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരുടെ വകയായി മാറണം? ഭൂമിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വകയായിട്ട് മാറണം. യേശുക്രിസ്തുവിൻ്റെ വകയായിട്ട് മാറണമെങ്കിൽ ആരുടെ വക അല്ലാതിരിക്കണം? ന്യായപ്രമാണത്തിൻ്റെ വകയല്ലാതിരിക്കണം. ന്യായപ്രമാണത്തിൻ്റെ വക അല്ലാതിരിക്കണം. അതുകൊണ്ട് കാൽവറി ക്രൂശിൽ ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ച്, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനായി ജീവിക്കണമെന്നായി പറയുന്നത്. എങ്കിൽ മാത്രമേ ആർക്ക് ഫലം കായ്ക്കുള്ളൂ? ദൈവത്തിന് ഫലം കായ്ക്കുള്ളൂ. അതുകൊണ്ട് ഒരു പരമസത്യം ഞാൻ പറഞ്ഞേക്കാം. ഭൂലോകത്തിലുള്ള ദൈവമക്കളിൽ ഏറ്റവും കൂടുതൽ ഈ ആത്മാവുണ്ടെന്നും വരങ്ങളുണ്ടെന്നും കൃപാവരങ്ങളുണ്ടെന്നുമൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും ഏറ്റുവാങ്ങി ശുശ്രൂഷിച്ചും ജീവിക്കുന്നത് അതേത് വിഭാഗക്കാരാ? ദൈവമക്കളിൽ പെന്തക്കോസ്തുകാരാ അല്ലേ? അവരെയായി പെന്തക്കോസ്തുകാരെന്ന് അധികം വിളിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ദൈവമക്കളെന്ന് വിളിച്ചാലും ബ്രദറെന്നോ ബാപ്റ്റിസ്റ്റെന്നോ അല്ലാത്തതെന്നൊക്കെ ഒത്തിരി വകുപ്പുകൾക്ക് മാറ്റമുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്തുകാരാണെങ്കിൽ പോലും എന്ത് സംഭവിക്കേണ്ടിയിരിക്കുന്നു? ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്ന പ്രക്രിയയിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത്, ഈ വേർപാട് പെന്തക്കോസ്ത് സഭക്കാരെല്ലാം നിങ്ങളിനി ഏത് നേതാവിനെ നോക്ക്,
ഏത് പ്രാസംഗികനെ നോക്ക്, ഏത് എഴുത്തുകാരനെ നോക്ക്, ആരുടെയെങ്കിലും പുസ്തകം വായിച്ചു നോക്ക്, അവർക്ക് ഇന്നും പറയാനും പഠിപ്പിക്കാനും ശുശ്രൂഷ ചെയ്യാനുമായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? ആ പഴയ നിയമ ന്യായപ്രമാണത്തിലാണ്. അങ്ങനെ ആയിരിക്കുന്നവനൊക്കെയും ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ വന്നിരിക്കുകയാ? ജഡത്തിൽ വന്നിരിക്കുകയാ. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും മത്തായി 16:23 ഒന്ന് വായിച്ചേ. മത്തായി 16:23. ആ സന്ദർഭം നമുക്കറിയാം. യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടി വർക്ക് ചെയ്ത് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഫിലിപ്പിൻ്റെ കൈസറി എന്ന് പറയുന്ന സ്ഥലത്ത് അല്പസമയം വിശ്രമിക്കാനിരുന്ന സമയത്ത് യേശു അവരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് മറ്റുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം എന്താണ്? അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, പലതരത്തിൽ നിന്നെ അറിയപ്പെടുന്നു, പല പേരുകളാണ് നിനക്ക് പറയുന്നത്. അപ്പോൾ പിന്നീട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഈ മർമ്മം വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ഇത്രത്തോളം ദൈവിക വെളിപ്പാട് കിട്ടിക്കൊണ്ട് അത് ഏറ്റുപറഞ്ഞ് ഈ ലോകത്തിലുള്ള പ്രമാണിമാരെല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ ആ അറിവിനേക്കാൾ അപ്പുറത്ത് ഈ മുക്കുവന്മാരും ചുങ്കംപിരിവുകാരുമായി തൻ്റെ കൂടെ കൂടിയിരുന്ന ഈ ശിഷ്യന്മാർക്ക് താൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള മർമ്മം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സഭയുടെ ആരംഭം ഇതാണെന്നും സഭയുടെ അടിസ്ഥാന വിഷയം ഇതാണെന്നും ഈ ഏറ്റുപറച്ചിലും ഈ അറിവിലുമാണ് ക്രൈസ്തവ സഭ ആരംഭിക്കുന്നത് എന്നും ഒക്കെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു രഹസ്യം കൂടെ ഇവരോടങ്ങ് പറഞ്ഞുപോയി. എന്താ പറഞ്ഞത്? ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ ക്രിസ്തുവേശു ആകണമെങ്കിൽ അപ്രകാരമുള്ള സ്ഥാനത്ത് ഞാൻ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഞാനിനി ഇവരാൽ പിടിക്കപ്പെട്ട് ഈ ശാസ്ത്രിമാരാലും പരീശന്മാരാലും യഹൂദന്മാരാലും റോമക്കാരാലും പിടിക്കപ്പെട്ട് പീഡനങ്ങൾ ഏറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരണം. അതുവരെ ഞാൻ ഈ ക്രിസ്തുവാണെന്ന് നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് നല്ല കാര്യം, ഇതാരും പുറത്ത് പറയണ്ട. അതിന് ഇനി ഞാൻ ഇത്രയും പടികൾ കൂടെ എത്തിയിട്ട് ആണ് ആ കാര്യം നിങ്ങൾ ഇവിടെ പറഞ്ഞ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞേ ഉള്ളൂ. യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഇവരെല്ലാം കൂടെ പിടിച്ച എന്നെ പങ്കപ്പാട് ഏൽപ്പിച്ച് ക്രൂശിച്ച് കൊന്നു കുഴിച്ചിടുമെന്ന് ഈ പറഞ്ഞപ്പോഴത്തേക്കും പത്രോസ് എന്താ പറഞ്ഞേ? യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞു. നോക്കിയേ, അപ്പോളാ പറഞ്ഞത്, സാത്താനെ, ഓഹോ, ശീമോനെ എന്നെങ്കിലും വിളിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇത്രയും നാൾ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താ? ശീമോൻ. പത്രോസ് എന്നുള്ള പേര് പിന്നീടാ കൊടുത്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട് അന്ത്രയോസും യോഹന്നാനും കൂടെ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ പുറകെ വരുന്നവൻ്റെ ചെരുപ്പാട് എൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല, ഞാനിവിടെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവൻ തീയിലും ആത്മാവിലും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ടുപേര് ആരുടെ കൂടെ പോയി? അന്ത്രയോസും യോഹന്നാനും യേശുവിൻ്റെ കൂടെ പോയി. ഉടനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് കാണുക അല്ലേ, വന്ന് കാൺമീൻ എന്ന യേശുവിനോട് ചെന്ന് ചോദിച്ചു, നീയാണ് വന്ന് കാണാൻ പറഞ്ഞു. എന്നാൽ ചെന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം മടങ്ങി വന്നേച്ച് പറഞ്ഞു, യഹൂദന്മാർ വിശ്വസിക്കുന്ന മശിഹ എന്ന് പറയുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതാരാടാ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. വന്നിട്ട് ആരോടാ പറഞ്ഞേ? അന്ത്രയോസിൻ്റെ ചേട്ടനായിരിക്കുന്ന പത്രോസിനോടും യോഹന്നാൻ്റെ ചേട്ടനായിരിക്കുന്ന യാക്കോബിനോടും പറഞ്ഞു. യാക്കോബിനോടും പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു. അതാ ഇതിലെ നടക്കുന്ന നസറാനായ യേശു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും ഈ സഹോദരന്മാർ കൂട്ടി ആരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പത്രോസിനെ കണ്ട മാത്രയിൽ പറഞ്ഞു, നീ യോനായുടെ മകനായ ശീമോൻ, പക്ഷേ നിനക്ക് കേഫാവ് എന്ന് പേരാകും.
ഇപ്പം നിൻ്റെ പേര് ഇതാ, ഇനി നിൻ്റെ പേര് ഞാൻ മാറ്റിയിടുന്ന ഒരു സമയം വരുന്നു. കേഫാവ് എന്നുള്ളത് സുറിയാനിയിലൊരു വാക്കാ, അതിൻ്റെ അർത്ഥം പാറയെന്ന. കേഫാവ് പാറയെന്ന. ഇവിടെ എന്താ പറഞ്ഞത്? ആ പേരിട്ടതാ. ഇത് നിനക്ക് ശീമോൻ എന്നുള്ള പേര് മാറും, നിനക്ക് കേഫാവ് എന്നുള്ള പേര് ആകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാക്കിയത് എപ്പോഴാ? ഇവിടെയാ മത്തായി 16 നീ പത്രോസാണ്. ഗ്രീക്കിൽ പാറ എന്നുള്ളതിന് എന്താ പറയുന്നത്? അല്ല, പത്രോസ്, പെട്ര, പത്രോസ് എന്നാ. അപ്പോൾ നീ പത്രോസാണ് എന്ന് പറഞ്ഞാൽ നീ കേഫാവാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ പേര് മാറ്റേണ്ട കാര്യം, അതിവിടെയാ കൊടുക്കുന്നത്. നീ പത്രോസാണ്. ബെറിയോനെ ശീമോനെ നീ ഭാഗ്യവാൻ. ഇത് വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ട് ഇനി നിന്നെ യൗനാവിൻ്റെ മകനായ ശീമോനെ എന്നല്ല ഞാൻ വിളിക്കണത്, ഇപ്പോൾ നീ പത്രോസ് ആയിരിക്കുന്നു. ഇനി ഞാൻ നിന്നെ എങ്ങനെ വിളിക്കും? പത്രോസ് എന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞു. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പേര് മാറ്റി കൊടുത്തതാ. എന്നിട്ട് നീ മരിക്കണ്ട, നിന്നെ ഉപദ്രവിക്കാൻ ഞങ്ങൾ, ഈ ലോകത്തിൽ ആരുടെയെങ്കിലും ഉപദ്രവമേക്കാൻ ഞങ്ങൾ നിന്നെ സമ്മതിക്കത്തില്ല, ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും. ഈ പത്രോസ് എന്ന് പറയുന്ന ഈ ഉള്ളവൻ ചത്താലും നീ ഇവിടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പിളക്കിയുള്ള വർത്താനമാണ് അല്ലേ? അപ്പോളേ 10 മിനിറ്റ് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വെളിപ്പാട് കിട്ടിയ പത്രോസ്, ഒരാത്മീകനായിരുന്ന തോന്നിയെന്ന പത്രോസ്, ഇപ്പോൾ ഇവൻ ആരായി മാറിയിരിക്കുക? കർത്താവ് എന്താ അവനെ ശാസിച്ചത്? സാത്താനെ എന്നെ വിട്ടു പോ. പത്രോസാണോ സാത്താൻ? അല്ല. എന്നിട്ട് പിന്നെ യേശു പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ദൈവികമായ ഒരു കാര്യമല്ല, അത് വെറും മാനുഷികമായ ഒരു കാര്യമാണ്. നീ എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നു, ഗുരുവെന്ന് വിളിക്കുന്നു, ഭയങ്കര സ്നേഹമാണ്. നിൻ്റെ ജീവൻ വരെ വെച്ച് തരാനായിട്ടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞ കാര്യം അത് ദൈവികമല്ല, അത് വെറും മാനുഷികമാണ്. ദൈവികമായി ഇതിനു മുമ്പ് പറഞ്ഞ ദൈവികമായ അനുഭവത്തിൽ ഇരിക്കേണ്ടതിന് പകരം ഇപ്പം നിന്നെ വെറും മാനുഷികമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതാരാ? സാത്താനാ. അതിന് സാത്താൻ ഉപയോഗിച്ച മാർഗം എന്താ? ഗുരു ശിഷ്യ സ്നേഹം. ഗുരുവൻ എന്തെങ്കിലും പറ്റാതെ ശിഷ്യൻ ഗുരുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതിനെ കഴിഞ്ഞ് ആ ശിഷ്യൻ എങ്ങനെയാണ് ഗുരുവിനെ സ്നേഹിക്കുന്നത്? അതല്ലേ പറഞ്ഞത്, ഞാൻ മരിച്ചാലും നീ ഇവിടെ ജീവിക്കും, നീ മരിക്കാൻ അനുവദിക്കത്തില്ല. ഇതാണ് പത്രോസിൻ്റെ ദേഹിയിൽ കൂടെയുള്ള, ഇത് മാനുഷികമെന്ന് പറഞ്ഞില്ലേ? ഈ അഭിപ്രായം ആത്മാവിൻ്റെ ആണോ ജഡത്തിൻ്റെ ആണോ ദേഹിയുടെ ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. പത്രോസ് രണ്ടാമത് പറഞ്ഞ അഭിപ്രായം, നീ മരിക്കാൻ ഒക്കില്ല, അങ്ങനെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ദേഹിയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് അത് മാനുഷികമെന്ന് പറഞ്ഞത്. ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഔവ്വ ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ട് മാനുഷികമായി അറിയപ്പെടുന്ന ഘടകത്തിൻ്റെ പേരാണെന്ത്? ദേഹി. ആ ജീവനുള്ള ദേഹിയുടെ വർത്തമാനമാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ബുദ്ധിയും വികാരവും ഇച്ഛയും അവിടെ പ്രവർത്തിച്ചു. ദേഹിയുടെ ഘടകമാണല്ലോ. ബുദ്ധിയും വികാരവും ഇച്ഛയും അവിടെ പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്താൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പരമകാഷ്ഠയിൽ ഇരുന്നു കൊണ്ട് പറയുകയാ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഞങ്ങൾ ഉള്ളിടത്തോളം നാൾ സംഭവിക്കാതെ ഞങ്ങൾ നോക്കും. പക്ഷേ യേശു പീഡനം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പത്രോസിൻ്റെയും കിത്രോസിൻ്റെയും ഇവിടെയുള്ള സകലത്തിൻ്റെയും ഭാവി പോവില്ലേ? ഭാവിക്ക് രക്ഷയുണ്ടോ? പാപികൾക്ക് വേണ്ടി മരിക്കാൻ അല്ലേ, ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കാൻ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു മരിക്കാതെ ഒരു മനുഷ്യൻ്റെയും പാപത്തിന് മോചനം നടക്കത്തില്ല. ആ ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിക്കാൻ സാത്താൻ തൻ്റെ അരിമശിഷ്യനായിരിക്കുന്ന പത്രോസിൻ്റെ മനുഷ്യത്വത്തെ ദേഹിയെ ഇളക്കി വിട്ടിട്ട് അവൻ്റെ ബുദ്ധിയിൽ ഒരു ഉറപ്പ് കൊടുത്ത് അവൻ്റെ വികാരമാളി കത്തിച്ച്, ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വികാരമാളി കത്തിച്ച് അവൻ്റെ ഇച്ഛാശക്തിയെ ഉടക്കിക്കൊണ്ട് യേശുവിനെ മാറ്റി കൊണ്ടുപോയി ഇത് തടയുന്ന ആ പ്രവൃത്തി. അപ്പോൾ പത്രോസിൽ ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് വ്യാപരിച്ചത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ആത്മാവാ. ഇപ്പോൾ വ്യാപരിച്ചതോ ദേഹി. അത് മാനുഷികമാണ്, അത് ദൈവിക. അതാ പറഞ്ഞത്, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടല്ല, മറ്റേത് എൻ്റെ പിതാവ് അല്ലേ, മാംസരക്തമല്ല സ്വർഗസ്ഥന എൻ്റെ പിതാവാ നിനക്കത് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ഇതാരാ വെളിപ്പെടുത്തിയത്? സാത്താൻ നിന്റെ ദേഹിയിൽ കൂടെ മാനുഷികമായ നിലയിലാണ് ഈ വെളിപ്പാട് തന്നത്. അതുകൊണ്ട് സാത്താനെ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇത് വെച്ച് നമ്മളെ വിലയിരുത്തുമ്പോൾ നല്ല കാര്യങ്ങളാണ് പറയണതെങ്കിലും അത് ദൈവികമാണോ ആത്മീകമാണോ ദേഹീപരമാണോ എന്നൊക്കെ ദൈവം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തിച്ചാമ്പലായി പോകുമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ ദേഹിയിൽ നമ്മളൊക്കെ ഈ ദേഹിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മീകമല്ലാത്തതിനാൽ ഈ ചെയ്ത്തൊക്കെ ഈ പറച്ചിലൊക്കെ എന്ത് ചെയ്യും? അന്ന് കത്തിപ്പോകും. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട്
മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ 4:24 കൂടെ വായിച്ചേ. യോഹന്നാൻ 4:24. മതി. ശമര്യക്കാരി സ്ത്രീയോട് പറയുമ്പോൾ സ്ത്രീയുടെ സംശയം എന്നെ ചോദിക്കുകയാ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ ശമരിയ മലയിൽ പരമ്പരാഗതമായി ആരാധിച്ചു വരുന്നു, നിങ്ങൾ യഹൂദന്മാർ യെരുശലേമിലെ ആ ദേവാലയത്തിലും ആരാധിച്ചു വരുന്നു. അപ്പോൾ രണ്ട് ആരാധനയെക്കുറിച്ചും രണ്ട് ഗ്രൂപ്പിനെക്കുറിച്ചും അവരാരാധിക്കുന്ന രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചും ആരാധനയുടെ വിധങ്ങളെക്കുറിച്ചും പറയുകയാ. ഇതിലേതാ ശരി എന്നൊരു അഭിപ്രായം ഗുരുവിൽ നിന്ന് കേൾക്കാനാണ്. കാരണം തൻ്റെ ജീവിതത്തെ തുറന്നു കാണിച്ചില്ലേ, ആരും അറിയാത്ത രഹസ്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവനൊരു വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞതുകൊണ്ട് ആരാധനയെക്കുറിച്ചുള്ള സംശയം ആധികാരികമായി തീർക്കാൻ കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചോദിച്ചത് ആരാധനയുടെ കാര്യം. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. സത്യനമസ്കാരികൾ അല്ല, ഇനി ദൈവത്തെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. ഇത്രയും നാൾ ഇങ്ങനെ ആരാധിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഇനി അവിടെ ആരാധിക്കേണ്ടാത്ത ഒരു നാള് വരുന്നു. ഇപ്പോൾ അത് വന്നുമിരിക്കുന്നു. സത്യ ആരാധനക്കാര് ഇനി പിതാവായ ദൈവം ആത്മാവാകയാൽ ആ ദൈവത്തെ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. ആരാധനയുടെ കറ തീർന്ന ദൈവിക സത്യം പറഞ്ഞു കൊടുത്തു. ആരാധനയ്ക്ക് ഇനി ഒരു സ്ഥലം വിഷയമല്ല, ഒരാലയം വിഷയമല്ല, ജഡീകമായ പദാർത്ഥങ്ങളൊന്നും വിഷയമല്ല. ദേഹം ദേഹി ആത്മാവുള്ള മനുഷ്യൻ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ബാക്കിയുള്ള ആരാധനയൊക്കെയും എന്തിൻ്റെ ആരാധനയാ? ഒന്നുകിൽ ജഡത്തിൻ്റെ ആരാധന, അല്ലെങ്കിൽ ദേഹിയുടെ ആരാധന. അതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ശമര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ജഡത്തിലെ ആരാധനയാകാനാണ് സാധ്യത. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം പറയുന്ന വിധത്തിലാണെങ്കിലും ന്യായപ്രമാണത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെ ജഡീകമായ ആരാധന അവർ നടത്തിക്കൊണ്ട് അവരുടെ ദേഹിയെ സംതൃപ്തിപ്പെടുത്തുമ്പോൾ യഹൂദന്മാരുടെ ആരാധന യഥാർത്ഥത്തിൽ എന്താ ആരാധനയാണ്? ദേഹിയുടെ ആരാധനയാണ്. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പല ഭാഗത്ത് ഈ 3 ഘടകങ്ങളെക്കുറിച്ച് എപ്പോഴും തിരിച്ചു പറയുന്നില്ല. പിന്നീട് ഈ ഘടകങ്ങളെക്കുറിച്ച് തിരിച്ച് പറയാനായിട്ട് 2 ആക്കിയാണ് പറയുന്നത്. ആത്മാവും ജഡവും എന്നാ പറയുന്നത്. ആത്മാവും ജഡവും എന്നാ പറയുന്നത്. ഈ ആത്മാവും ജഡവും എന്ന് പറയുമ്പോൾ ദേഹി എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദേഹി ആത്മാവിനോടുകൂടെ നിൽക്കുകയാണെങ്കിൽ അവൻ ആത്മീകനും, ദേഹി ജഡത്തോടു കൂടെ നിൽക്കുകയാണെങ്കിൽ അവൻ ജഡീകനുമായിട്ട് മാറുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, 2 കൊരിന്ത്യർ 7:1 പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങളും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതുകൊണ്ട് ആത്മാവിലെ കന്മഷങ്ങൾ മാറ്റുക, ജഡത്തിലെ കന്മഷങ്ങൾ മാറ്റുക. ആത്മാവിനോട് കൂടെ ദേഹി നിൽക്കുമ്പോൾ അവർ ആത്മീകരായി അറിയപ്പെടുന്നുവെങ്കിലും ആത്മാവിൽ കന്മഷമുണ്ടെങ്കിൽ ഇനിയും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം കൊണ്ട് നിറയ്ക്കണം എന്ന് അവിടെ പറയുന്നു. അതുപോലെ ജഡത്തിൽ കന്മഷമുണ്ടെങ്കിൽ അതും മാറ്റണം. എല്ലാവരും വിശുദ്ധ ജീവിതം നയിച്ച ദൈവഭയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശുദ്ധിയെ തികച്ചു വന്നാൽ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ വാഗ്ദത്തങ്ങൾ ഉള്ളതുകൊണ്ട് വിശുദ്ധിയെ എത്രയും വേഗം തികയ്ക്കണം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാന്നുള്ള പാട്ടൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് തമ്പേറുമൊക്കെ പൊട്ടിച്ച് പാടിയാലും കൈയൊക്കെ പൊട്ടിച്ച് പാടിയാലും പക്ഷേ വിശുദ്ധിയുടെ ലെവലേശം നമ്മുടെ അകത്തേക്ക് വരുന്നില്ലെങ്കിൽ ആ പാട്ട് കേട്ട് ദൈവം പ്രസാദിക്കുമെന്നാണോ? ഇല്ല, ഒരു നാളുമില്ല. അതാ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുവിൻ. അനുഭവത്തിൽ ഉള്ള ഭക്തന്മാർ പാടിയത് വിശുദ്ധിയെ തികച്ച് നാം ഇനി ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരവിന് താമസം ഏറെയില്ല. അപ്പോൾ ആത്മാവിലെയും ജഡത്തിലെയും, അല്ലെങ്കിൽ ദേഹം ദേഹി ആത്മാവിലെ വിശുദ്ധിയെ തികച്ചു നിന്നെങ്കിൽ മാത്രമേ പ്രിയൻ്റെ വരവിനോട് ചേർക്കപ്പെടുവാൻ ഇടയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അത് ട്യൂണുള്ളവർ പാടിയാലും ട്യൂണിൽ പാടിയാലും ട്യൂണില്ലാതെ പാടിയാലും ട്യൂണല്ല, പാട്ടല്ല, അകത്തെ അനുഭവമാണ്. അതുകൊണ്ട് ഈ ദേഹിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദേഹിയെ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയണം. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായുത്തലുള്ള ഇത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അത് പ്രാണനെയും മനുഷ്യൻ്റെ ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ
തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ഭേദങ്ങളെയും വിവേചിക്കുന്നതാ. തുളച്ചു ചെന്ന് കഴിഞ്ഞിട്ട് മനസ്സിൻ്റെ അന്തരാളത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ എന്താ, ഭേദങ്ങൾ എന്താണെന്ന് വിവേചിച്ച് തിരിച്ചു തരുന്നതാ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് പത്രോസ് പ്രയോഗിച്ചതാ അനന്യാസ് സപ്പീറമാരുടെ 3 ഘടകത്തെയും അങ്ങ് വേർതിരിച്ചത്. ഈ 3 ഘടകത്തെയും വേർതിരിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വേർതിരിച്ച് കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങ് വേർതിരിച്ചു. നിങ്ങൾക്കറിയാവോ, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ ഇതെന്തായി തീരും? അതല്ലേ ശവമായിട്ട് മാറും. ശരിയല്ലേ? ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു എന്ന്. അപ്പോൾ ആത്മാവിനെയും ദേഹത്തെയും തിരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവെന്ന ഘടകത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിയപ്പോൾ അന്യാസ്യം ചത്തു വീണു, സഫീറയും ചത്തു വീണു. ആദ്യം തിരിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവത്തെ പരീക്ഷിപ്പാൻ ഭാര്യയും ഭർത്താവും കൂടെ മനസ്സ് വെച്ച് ഒത്തത് എന്തുകൊണ്ട്? ആരെയാ പരീക്ഷിച്ച? പണ്ടത്തെ മുക്കുവൻ പത്രോസിനെയല്ല, ചീമോൻ പത്രോസിനെയല്ല, പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ് ഇപ്പോൾ നിങ്ങൾ പരീക്ഷിച്ചത്. അതുകൊണ്ട് ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ എന്തു ചെയ്തു? ഘടകം 3 അക്ഷരാർത്ഥത്തിലും വേർതിരിച്ചപ്പെട്ടു. ഇവർ കൊണ്ടുവന്ന് കാഴ്ചവെച്ചത് ആത്മീക അർത്ഥത്തിൽ വചനത്താൽ തിരിച്ചു കൊടുത്തു. അതെവിടെ നിന്നാണോ? ആത്മാവിൽ നിന്നാണോ? അല്ല, അതവരുടെ ദേഹിയിൽ നിന്നാണ്. അവരുടെ തന്നെ നിലം വിറ്റിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ മുൻപന്തിയിൽ വന്ന് അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സഭയിൽ, ആ കൂട്ടായ്മയിൽ, ആത്മീകരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട വ്യക്തിയായിട്ട് ആരും മാറിയും? അനന്യാസും സപ്പറിയും മാറണം. അതിനുവേണ്ടി ആ പരിപാടി ചെയ്തത്. എന്നാൽ ഈ ആത്മീകവും ഈ പരിപാടിയും യേശു കർത്താവ് ഉണർവും ഒക്കെ എത്ര നാളുണ്ടായിന്ന് വരും? ഇതങ്ങ് പോയി പണ്ടത്തേതിലേക്ക് മാറിപ്പോകേണ്ട വന്നാൽ, ഇവൻ്റെയൊക്കെ വസ്തു വിറ്റ് മുഴുവൻ പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവൻ തെണ്ടാൻ നടക്കണമെങ്കിൽ ഒരു കാര്യം ബുദ്ധിയോടെ ചെയ്യണം. ആ ദേഹിയുടെ ബുദ്ധി പ്രവർത്തിച്ചതാ. ബുദ്ധി വികാരം ഇച്ഛയും കൂടെ ഒരുമിച്ച് ചെയ്തു. പകുതി എടുത്ത് ഇവിടെ അങ്ങ് വെച്ചേരെ. ഇപ്പം കർത്താവിന് അല്ല, അവർക്കിപ്പോൾ വലിയ ചോദ്യം ചെയ്യാനായിട്ട് ഇത് അവൻ്റെ അപ്പൻ്റെ മുതലൊന്നും അല്ലല്ലോ, നമ്മുടെ വസ്തു വിറ്റ കാര്യമല്ലേ. പകുതി അങ്ങ് കൊടുത്തു. 10 ലക്ഷം രൂപ കിട്ടി, 5 ലക്ഷം രൂപ കൊടുത്തത് പോരെ. അപ്പം അവളും പറഞ്ഞു, അതല്ലെങ്കിൽ മനുഷ്യ ഒരു നല്ല ഐഡിയയാ. അത്രയും ബുദ്ധി എനിക്കും പോയില്ല. ഇതാരാ പറഞ്ഞതെന്ന് എനിക്കറിയാൻ മേല. ഇത് അനന്യാസമാണോ ആദ്യം പറഞ്ഞത്, സഫീറയാണോ ആദ്യം പറഞ്ഞത്? അതിനിപ്പോൾ ഞാൻ പറയണില്ല. അതെനിക്കും അറിയാൻ മേലായിരുന്നു. പിന്നെ ഒരു ദൈവദാസൻ പറഞ്ഞപ്പോഴാണ് അനന്യാസും സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. 2 പേരുടെയും പേർക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേർക്ക് തന്നെയായിരിക്കാം. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ഒക്കെ ശിക്ഷ അനുസരിച്ച് കാലേബ് തൻ്റെ മകൾ അക്ഷയ്ക്ക് മലയിലും താഴ്വരയിലും അവകാശം കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ത്രീധനം കൊടുത്തതായിരിക്കാനാണ് സാധ്യത. അവൾ തൊടിയിക്കോ? ഈ വ്യവസ്ഥയിലാ വിറ്റ്. ആത്മീകത്തിൽ സ്ഥാനം വേണോ, പുറകോട്ട് പോകണോ? അന്യാസ് ചോദിച്ചു കാണും. ആത്മീകത്തിൽ നമ്പർ 1 സ്ഥാനം എടുക്കാതെ നമുക്ക് പറ്റത്തില്ല. അതിനുള്ള പരിപാടി ഞാൻ ഒപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. തൊഴുത് പിടിച്ച് നമുക്ക് 2 പേർക്കും കൂടെ ഇതങ്ങ് കൊണ്ടുപോയി കൊടുക്കാം. പക്ഷേ ഇതെല്ലാം പൊളിഞ്ഞാൽ അന്ന് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയോടെ പ്രവർത്തിക്കണം. അതുകൊണ്ട് കുറേ എടുത്ത് മാറ്റിയും വെച്ചു. ശരിയല്ലേ? അനന്യാസിൻ്റെയും സപ്പീറയുടെയും ദേഹിയുടെ പ്രവർത്തനമാണ് പത്രോസിന്മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ദൈവവചനമാകുന്ന വാളുകൊണ്ട്. പത്രോസല്ലേ സംസാരിച്ചേ, പക്ഷെ ആത്മാവിൻ്റെ സംസാരമാ. ഇത്രയ്ക്കോ നിങ്ങളുടെ വസ്തു വിറ്റത്? അവളും താമസിച്ചാ വന്നത്, അവനെ അടയ്ക്കാൻ പിന്നെയാണ് വന്നത്. ഇത്രയ്ക്കാണോ വസ്തു വിറ്റത് എന്ന് ചോദിച്ചു. അതേ, അത്രയ്ക്ക് തന്നെ. അന്നേരം ചോദിച്ചത്, ഈ കാര്യത്തിൽ എന്താ നിങ്ങൾ 2 പേരും കൂടെ ഒത്തത്? ലോകത്തിൽ ആദ്യമായിട്ടൊരു ഐക്യം വെച്ച കാര്യം അതാ. എന്നും ചണ്ട. എന്നാൽ ഈ പണം പിടുങ്ങാൻ വേണ്ടി ഉള്ള കാര്യത്തിൽ 2 പേരും കൂടെ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബം നോക്കിയാൽ വേണ്ട കാര്യത്തിന് അനൈക്യവും വേണ്ടാത്ത കാര്യത്തിന് ഐക്യവും കാണും. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത്, അനന്യാസ് സപ്പീറമാരെ ഭരിച്ച ദേഹി സാത്താൻ ഈ പത്രോസിനെ കൈവശമാക്കിയതുപോലെ തന്നെ അവരുടെ ദേഹിയെ കൈവശമാക്കി. എല്ലാവരുടെയും അറിയുമ്പോൾ നമ്പർ 1 ആത്മീകത്തിലായിരിക്കുക. എന്നാൽ ആത്മീകത്തിന് പൊളിഞ്ഞാൽ ഭൗതികമായി ജീവിക്കാൻ അതും കരുതി വയ്ക്കുക. അത് ദേഹിയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം. ആരാധന ഇനി ജഡത്തിലും ദേഹിയിലുമല്ല, ആരാധന ആത്മാവിലായിരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ ഇന്നത്തെ ആരാധന എവിടെയാണ്? യഥാർത്ഥത്തിൽ എവിടെയായി സംതൃപ്തി കിട്ടുന്നത്? പരിശുദ്ധാത്മാവിലൂടെ ആത്മാവിലാണോ സംതൃപ്തി, അതെയോ നമ്മുടെ ദേഹിയിലാണോ സംതൃപ്തി? മിക്കവാറും 99% സാറ്റിസ്ഫാക്ഷൻ ദേഹിയില്ല. ബുദ്ധിക്ക് സംതൃപ്തി, വികാരത്തിന് സംതൃപ്തി, ഇച്ഛയ്ക്ക് സംതൃപ്തി.
എന്നിട്ട് നമ്മൾ പറയണത് കൃപയുള്ളൊരു ഭയങ്കര ആരാധന, ദേവദാസനും ആത്മീകനാ, ഞാനും ഉപ്പ ആത്മീകനാന്ന് പറയും അല്ലേ? ഇത് നമ്മൾ തിരിക്കണം. പ്രസംഗം ഈ 3-ൽ വരാം, ആരാധന ഈ 3 ഘടകത്തിൽ വരാം, ധ്യാനം ഈ 3 ഘടകത്തിൽ വരാം, ശുശ്രൂഷകൾ ഈ 3 ഘടകത്തിൽ വരാം. എന്ത് തന്നെ ആയാലും അതാണ് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ ന്യായപ്രമാണ പ്രകാരമുള്ള ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലൂടെയും ദൈവാത്മാവിലൂടെയുമുള്ള ശുശ്രൂഷ. അത് വേറെ പിന്നെ പഠിക്കാം. ശുശ്രൂഷയെ അപ്പോസ്തലൻ തിരിച്ച് ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതാണ് ഈ ദേഹിയുടെ ഘടകം. ഇതെന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങളെ നിരാശപ്പെടുത്താനല്ല, നിങ്ങളെ ഭയപ്പെടുത്താനല്ല, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ കുഴപ്പിക്കാനല്ല. നിങ്ങളറിയാതെ തന്നെ കുഴഞ്ഞു കിടക്കുന്ന, നിങ്ങളറിയാതെ തന്നെ പെട്ടുകിടക്കുന്ന, നിങ്ങളറിയാതെ തന്നെ മിഥ്യാബോധത്തിൽ കിടക്കുന്ന നിങ്ങളുടെ അന്തരാത്മാവിനെ ഉണർത്തിക്കൊണ്ട് സത്യത്തിലേക്ക് വരുവാനും, ജഡത്തിലല്ല, ജഡീകന്മാരായിട്ടല്ല, പ്രാകൃതന്മാരായിട്ടല്ല, ദേഹിപരന്മാരായിട്ടുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൽ ആത്മീക ജീവിതം ഞാനും നിങ്ങളും നയിച്ച് കർത്താവിൻ്റെ മണവാട്ടിയും അവൻ്റെ കാന്തിയും അവൻ്റെ രാജ്ഞിയുമായി തീരുവാൻ വേണ്ടിയിട്ട നിങ്ങൾ വിചാരിക്കുന്നോ ജഡീകൻ യേശുവിൻ്റെ കാന്തയാവുമോ? ഇല്ല, ഒരിക്കലും. അതാ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം. ഈ ലോകത്തിൽ ആത്മീകനാണെന്ന് പറഞ്ഞവരും മാതൃകയുണ്ടെന്ന് പറഞ്ഞവരും പരമ ഭക്തരാണെന്ന് പറഞ്ഞവരും ചെയ്തവരും അങ്ങനെ വിചാരിക്കുന്നവരുമായിട്ടുള്ള ആളുകളെല്ലാം ദേഹിയിൽ കൂടെ ഇത് നടത്തിയതുകൊണ്ട് ഇവിടുത്തെ ജനത്തിനും അവർക്കും തന്നെ അറിവില്ലാതിരുന്നതിനാൽ കർത്താവ് ന്യായാസനത്തിൽ ഇത് തിരിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ദേഹിയിലായിരുന്നത് കൊണ്ട്, ദേഹിയെ ഇവിടെ വെച്ച് നേടിയത് കൊണ്ട്, ഇവിടെ വെച്ച് അതിനെ മരിക്കാതിരുന്നത് കൊണ്ട്, ദേഹിപരമായ ആ നാശം, ആ രക്ഷ സംഭവിക്കാതിരിക്കുന്നത് കൊണ്ട് ആ നാശം അവിടെ ഉണ്ടാകും. ഇവിടെ വെച്ച് നിങ്ങൾ നേടിയാൽ അവിടെ വെച്ച് കളയും, ഇവിടെ വെച്ച് നിങ്ങൾ കളഞ്ഞാൽ അവിടെ വെച്ച് നേടും. 7 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം പറഞ്ഞു. 7 പ്രാവശ്യം പറഞ്ഞ വിഷയം ദേഹീപരമായ രക്ഷ പ്രാപിക്കണമെന്നും ദേഹീപരമായ കഴിവുകളെയും ജീവനെയും ഇവിടെ വെച്ച യേശുവിന് വേണ്ടി കളയണമെന്നുള്ളതായിരിക്കുന്ന ഈ ഒരു സത്യമല്ലാതെ പ്രസംഗത്തിൻ്റെ കാര്യമല്ല പ്രധാനം, ആരാധനയുടെ കാര്യമല്ല പ്രധാനം. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രസംഗം വേണ്ടെന്നോ ആരാധന വേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം, ദേഹീപരമായ ജീവനെ എനിക്ക് വേണ്ടി നിങ്ങൾ ത്യജിച്ച് ഇവിടെ വെച്ച് നിങ്ങളുടെ ദേഹിപരമായ അതിനെ നഷ്ടപ്പെടുത്തി അവിടെ ചെല്ലുമ്പോൾ ദേഹിപരമായ രക്ഷ നേടിയെടുത്തുകൊണ്ട് ഏറിയ പ്രതിഫലം പ്രാപിച്ച് കുഞ്ഞാടിൻ്റെ കാന്ത തന്നെത്താൻ കല്യാണ വസ്ത്രം ധരിച്ച് ഒരുക്കപ്പെട്ടവളായി കല്യാണ മണ്ഡപത്തിൽ വലഭാഗെ കയറി നിൽക്കാനായിട്ടുള്ള യോഗ്യത നേടണമെന്നായി പറഞ്ഞത്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചത് ദേഹിപരമായ രക്ഷ നഷ്ടപ്പെട്ടു പോയാലുള്ള നാശവും ദേഹിപരമായ രക്ഷ നമുക്ക് ലഭിച്ചാലുള്ള നേട്ടത്തെ സംബന്ധിച്ചുമാണ് പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞതിൻ്റെ ആരംഭമായിട്ട്. അവിടെ നിന്ന് ഈ ദേഹിപരമായ ആ ദേഹിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകത്തക്കവണ്ണം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ദേഹിയെ നമ്മൾ തിരിച്ചറിയണം. ഈ ദേഹിയിലാണ് ഈ ആത്മീയ മണ്ഡലത്തിൽ സാത്താൻ കടന്ന് പ്രവർത്തിക്കുന്നത്. ജഡത്തിലാണെങ്കിൽ അത് ആരുടെ പ്രവർത്തനമാണ്? സാത്താൻ്റെയാ. ദേഹിയിലാണെങ്കിലോ പത്രോസിനോട് പറഞ്ഞത് എന്താ? സാത്താനെ നീ എന്നെ വിട്ടു പോ. എന്ത്? നീ ദൈവത്തിൻ്റെ കാര്യമല്ല ഇപ്പം പറഞ്ഞത്, വെറും മനുഷ്യൻ്റെ കാര്യമാണ്. അത് ദേഹിയുടെ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സകല പൈശാചികമായ വ്യാജമായ കൃപകളും കൃപാവരങ്ങളും വ്യാജമായ ശുശ്രൂഷകളും എല്ലാം എവിടെയായും സാത്താൻ കരി പിടിപ്പിക്കുന്നത്? ദേഹിയിലാണ് കരി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പരമാർത്ഥികളായ ആളുകളാണെങ്കിൽ അവർ തന്നെ അറിയാതെ അത് ആത്മാവിൻ്റെ ആണെന്ന് ഓർത്തുകൊണ്ടും ഇനി അവർക്കത് ബോധമുണ്ടെങ്കിലും പാവപ്പെട്ട ജനത്തെ കബളിപ്പിച്ച് ഭൗതികമായ ചൂഷണത്തിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവരും ഈ ദേഹിയുടെ ശുശ്രൂഷ ആത്മാവിൻ്റേതായി അഭിനയിക്കും. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം കിട്ടും? ജഡം കൊണ്ട് ജഡത്തിന് പ്രയോജനം കിട്ടും, ദേഹി കൊണ്ട് ദേഹിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ ഒരു നാളും ആത്മാവിലല്ലാത്തത് കൊണ്ട് ആത്മീകമായി നമുക്ക് യാതൊരു നേട്ടവും കിട്ടുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം കൃപ ചെയ്താൽ ഇത് കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞിട്ട് ആ വിഷയം അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയം നമുക്ക് തുടരുകയും ചെയ്യാം. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. നാം ഓരോരുത്തരും ഈ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമാകുന്ന നാം ഓരോരുത്തരും
വചനത്തിൽ നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മിലുള്ള 3 ഘടകങ്ങളെയും വേർതിരിച്ച് കാണിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഹൃദയത്തിൻ്റെ ഭാവങ്ങളും ഭേദങ്ങളും ബോധ്യപ്പെടുത്തി തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായും ദൈവം അത് ചെയ്തു തരും. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം, തികച്ചും കർത്താവിന് വേണ്ടി കാന്തിയെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ആഗ്രഹവും രക്ഷിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും എത്രയും വേഗം ജഡീകമായ അവസ്ഥയിൽ നിന്ന് വിട്ടുമാറി, ദേഹീപരമായ അവസ്ഥയിൽ നിന്ന് വിട്ടുമാറി, സമ്പൂർണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആത്മീകമായി ജീവിച്ച്, ആത്മീകരായി മരിച്ച്, ആത്മീകരായി ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മണവാട്ടിയും അവൻ്റെ കാന്തിയും അവൻ്റെ രാജ്ഞിയുമായി തീർന്ന് നിത്യതയിൽ അവനോടുകൂടെ വാഴണമെന്നുള്ളതായ ഏറ്റവും ഗൗരവമായ ആഗ്രഹമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത്. അതേ ആഗ്രഹം നമുക്കുമുണ്ടായി. ദൈവത്തോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന്, പുത്രനോട് ചേർന്ന്, പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മുടെ ദേഹിയെ മനസ്സിലാക്കുവാനും വചനമാകുന്ന വാളിനാൽ അത് തിരിക്കപ്പെട്ട് നമ്മെ തന്നെ ദൈവതൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദേഹിക ജീവനെ നഷ്ടപ്പെടുത്തി ദേഹിക്ക് വേണ്ടി ജീവിക്കാതെ ജഡീകരും ദേഹിപരരുമാകാതെ തികച്ചും ആത്മീകരായി ജീവിപ്പാൻ, കർത്താവിനെ മാത്രം പ്രസാദിപ്പാൻ, ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കാതെ, മനുഷ്യരുടെ ബഹുമാനം വാങ്ങാതെ, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാതെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ തന്നെ തൻ്റെ ദേഹിയെ അമർത്തി ആത്മാവിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ജയജീവിതം നയിച്ച നമ്മുടെ പ്രാണപ്രിയനെ പോലെ ജയജീവിതം നയിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ അളവിൽ നമ്മിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കൂടുതൽ അളവിൽ നമ്മൾ ക്രിയ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമർപ്പണം സാധാരണയുള്ള സമർപ്പണത്തെക്കാൾ ഉന്നതമായ ഒരു സമർപ്പണമായി തീരേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമുക്കും ആത്മീകരാകാനായിട്ടുള്ള അവസരം അവശേഷിച്ചിരിക്കുന്നു. നാം മരിക്കാതിരിക്കുന്നത് കൊണ്ടും നമ്മുടെ പ്രാണപ്രിയൻ വരാതിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഇനി എത്ര നാളുകൾ അവശേഷിക്കുന്നുവോ അത്ര നാളുകൾ അവന് വേണ്ടി ജീവിപ്പാൻ ഇപ്പോൾ ഇടയാകത്തക്കവണ്ണം നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം. തുടർന്നും അത് ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരൊറ്റ പ്രാർത്ഥനയിലോ ഒരൊറ്റ ക്ലാസ്സിലോ ഒരൊറ്റ തീരുമാനത്തിലോ മാത്രമായിരിക്കുന്ന കാര്യമല്ല. ദേഹീയ രക്ഷ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്നിടം വരെയുള്ള കാലഘട്ടം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ എന്നും ദേഹി രക്ഷപ്പെട്ടുകൊണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട്, അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ട്, ബലപ്പെട്ടുകൊണ്ട്, അലങ്കരിക്കപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇടയാകട്ടെ. ഒരാൾ നമ്മെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ.